ഏഹ് ഞാനൊരു രക്ഷിതാവാണ്, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ഞാൻ എന്തുകൊണ്ട് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റെടുക്കണം? വേറെ എന്തോരം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെ എന്തോരം നല്ല അവസരങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു പക്ഷേ നമ്മൾ ഇതിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ചില കാരണത്താൽ നമ്മൾ വിചാരിച്ച ഇതിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ആളുമായിരിക്കാം. പക്ഷേ ഇത് രണ്ടുമായിക്കോട്ടെ, നന്നായി സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആള് എന്തുകൊണ്ട് ഇനിയും സജീവമായിട്ട് തീവ്രമായ രീതിയിൽ പ്രവർത്തിക്കണം എന്നും, നമുക്ക് വേണ്ട രീതിയിൽ ഇതിന് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ എന്തുകൊണ്ട് അമിതമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് തെളിയിക്കുന്ന കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്റെ പേര് അർജുൻ, തൃശ്ശൂർ സ്വദേശിയാണ്. ഈ ഒരു ബിസിനസ്സിൽ വന്ന് 4.5 കൊല്ലം പിന്നിടുന്നു. ഇന്ന് സ്റ്റാർ എംറാൾ എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു. അപ്പോ നമുക്ക് നോക്കാം. വെൻ യുവർ ചൈൽഡ് വാസ് എ കിഡ്, ഇപ്പോ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ ഏറ്റവും ഇപ്പോ ചിലപ്പോൾ ചിലവര് കോളേജ് ലെവലിലായിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ചിലവർ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ സമയങ്ങളൊന്നും അല്ലാതെ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ചെറിയൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് മോൻ ആവേണ്ടത്, അല്ലെങ്കിൽ മോൻ ആരായിട്ട് മാറണം ഫ്യൂച്ചറിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് എന്റെ അച്ഛനമ്മയെ പോലെ ആവണം, അല്ലെങ്കിൽ ഞാനൊരു ഹീറോ ആയിട്ട് കാണുന്ന, ഒരു ഹീറോയിൻ ആയിട്ട് കാണുന്നത് എന്റെ അച്ഛനും എന്റെ അമ്മേനെയാണുള്ളത്. അല്ലെ? ചെറുപ്പത്തിലൊക്കെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാ, എനിക്ക് വലുതാവുമ്പോൾ അച്ഛനെ പോലെ ആവണം, എനിക്ക് വലുതാവുമ്പോൾ അമ്മയെ പോലെ ആവണം, അവരെ പോലെ കറങ്ങാൻ പോകാൻ പറ്റണം, അവരെ പോലെ സംസാരിക്കാൻ പറ്റണം, അവരെ പോലെ ഡ്രസ്സ് ചെയ്യാൻ പറ്റണം എന്നൊക്കെയാണ് കുട്ടികൾ ചെറിയൊരു കോൺഷ്യസ് ലെവലിൽ അവിടെ റീച്ച് ചെയ്യുന്നേക്കാളും മുന്നത്തെ ഒരു ടൈമില് അവരുടെ ഉള്ളിലുണ്ടാവും. ഇപ്പൊ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാതാണ്, എന്റെ ഹീറോസ് എന്ന് പറയുന്നത് എന്റെ പാരന്റ്സ് ആണെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മളിപ്പോ ഇത് അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ്. ഒരു കുട്ടിയോട് ഒരു എസ് എഴുതാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി എഴുതിയ കാര്യമാണ്, മൈ പാരന്റ്സ് ആർ ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു മീ. ദൈവം തന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച അനുഗ്രഹമാണ്, ഏറ്റവും മികച്ച സമ്മാനമാണ് എന്റെ പാരന്റ്സ്. ദേ ഹാവ് ഗിവൺ മീ ബർത്ത് ആൻഡ് നർച്ചർഡ് മീ. എനിക്ക് ജനനം തന്നു, എന്നെ ഏറ്റവും മികച്ച രീതിയിൽ നോക്കി. അവരാണ് ജീവിതത്തിൽ എന്റെ ആദ്യത്തെ ടീച്ചർ. ദേ ഇൻട്രൊഡ്യൂസ് മീ വിത്ത് എവരി ഗുഡ് ആൻഡ് ബാഡ് ഓഫ് മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ എന്താണെന്ന് പഠിപ്പിക്കുകയും മോശം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പഠിപ്പിക്കുകയും ചെയ്തത് അവരാണെന്ന് പറഞ്ഞൊരു കുട്ടി എഴുതിയ എസ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് എത്രത്തോളം കാണാൻ കിട്ടും എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലത്ത് ഒരു ആദ്യത്തെ ഒരു 5-6 ക്ലാസ് വരെയൊക്കെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ആയിരുന്നു. അതായത് എന്റെ പാരന്റ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചൊരു റോൾ മോഡൽ, ഹീറോ ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ കുട്ടികൾക്കും തുടക്കത്തിൽ ഉണ്ടാവും. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കും? ദെൻ വാട്ട് ഹാപ്പൻസ്? കുറച്ച് നാൾ കഴിഞ്ഞ് 6-ാം ക്ലാസ് കഴിഞ്ഞ് 7-ാം ക്ലാസ് കഴിഞ്ഞ് 8-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു വലിയൊരു ഡിസ്റ്റൻസ് വരും. ഈ ഡിസ്റ്റൻസ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഫാമിലിയിൽ ഒരു ഇമ്പം ഉണ്ടാവാതിരിക്കുന്നത്. കാരണം ഈ ഡിസ്റ്റൻസ് എന്താണ് അതിന് കാരണം, അതിന്റെ പിന്നിലെ സയൻസ് എന്താണ്, എന്തുകൊണ്ട് കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഞാൻ ഈ കഴിഞ്ഞ 4.5 കൊല്ലത്തിനിടയിൽ വെച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാരും ക്ലാസ് കഴിഞ്ഞ് വന്ന് എന്നോട് പറയുന്ന കാര്യം, സാറൊന്ന് എന്റെ മോനോട് സംസാരിക്കുക, അവനോട് ഈ ഒരു കോഴ്സിലേക്ക് വരാൻ പറയാം. ഞാൻ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല. കാരണം രക്ഷിതാക്കളായ നിങ്ങൾ സംസാരിച്ചവർ കേൾക്കുന്നില്ലെങ്കിൽ, ഒരു തേർഡ് പാർട്ടിയെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് പാരന്റ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് ചെറുപ്പം തൊട്ട് നല്ല ഹീറോ ആണ്, ഹീറോയിൻ ആണ്, എന്റെ എല്ലാം എല്ലാം ആണെന്ന് പറഞ്ഞ കുട്ടികൾ എന്തുകൊണ്ട് പിന്നീട് പാരന്റ്സിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു പരിശോധന നടത്തിയപ്പോൾ അതിന്റെ ഒരു കാരണം, ആദ്യത്തെ കാരണം എനിക്ക് മനസ്സിലായത് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്? അതായത് കുട്ടികളുടെ സ്ഥിതി മാതാപിതാക്കൾക്ക് തിരിച്ചറിയാതെ ആവുകയും മാതാപിതാക്കളുടെ സ്ഥിതി കുട്ടികൾക്ക് തിരിച്ചറിയാതെ ആവുകയും ചെയ്യുന്നതാണ് ഏറ്റവും കോർ ആയിട്ടുള്ള പ്രശ്നം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കുട്ടികളുടെ ആംഗിളിൽ നിന്നും നോക്കി നോക്കാം. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് അവര് മെന്റലി പണ്ടത്തെ അത്ര സ്ട്രോങ് അല്ല. യൂത്ത് ആർ നോട്ട് ഓക്കെ. മെന്റൽ ഹെൽത്ത് ഓഫ് യങ് പീപ്പിൾ വേഴ്സൺ ഡ്യൂറിംഗ് പാൻഡമിക്, എസ്പെഷ്യലി കോവിഡിന്റെ കാലഘട്ടത്തിൽ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാനസിക വിഭ്രാന്തി ഉണ്ടാവാനുള്ള ഒരു സാധ്യത കണ്ടെത്തി. മോർ ദാൻ 50% ഓഫ് യൂത്ത് ആർ ഡിസ്ട്രസ്ഡ് ഓർ സ്ട്രഗ്ലിംഗ്. അതായത് ഇന്നത്തെ ഒരു പഠനം പറയുന്നത് 50% യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുകയാണ്, അവർക്ക് ടെൻഷനാണ്. പലപ്പോഴും ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു 80s 70s അല്ലെങ്കിൽ 60s കാലഘട്ടത്തിൽ നിന്ന് വന്ന ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: അന്നുണ്ടായ ബുദ്ധിമുട്ടൊന്നും നിനക്ക് ഇന്നില്ലല്ലോ, അന്നുണ്ടായ പ്രശ്നങ്ങളൊന്നും നിനക്ക് ഇന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലെ? കാരണം നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നം തീർച്ചയായിട്ടും അവർ അലട്ടുന്നുണ്ട്. ആ പ്രശ്നം എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നമ്മൾ നേടിയെടുക്കണം.
എന്നാൽ മാത്രമേ നമുക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇവർ അസോസിയേറ്റ് ആവണമെങ്കിൽ ആദ്യം അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ്, അല്ലെ? സംഭവം നമ്മുടെ ജീവിതത്തിന്റെ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല വീട്, നല്ല ഇന്റർനെറ്റ് കണക്ഷൻ, നല്ല പഠിത്തം, നല്ല സ്കൂൾ എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ തിങ് ഈസ് ദാറ്റ് മാനസികമായിട്ട് അവരെവിടെ നിൽക്കുന്നു? മെന്റലി അവർ സ്ട്രോങ് ആണോ? അവരെ അലട്ടുന്ന വല്ല പ്രശ്നങ്ങളുണ്ടോ? സ്കൂളിൽ ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്തയുണ്ട്. ഒരു കുട്ടീനെ സ്കൂളിൽ വെച്ചിട്ട് റാഗ് ചെയ്ത ആ കുട്ടി സൂയിസൈഡ് ചെയ്തൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിചാരം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ചിന്തിക്കണം ഡൽഹി മാഡം, ധനലക്ഷ്മി മാഡം, ഇത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇതെല്ലാം നമ്മളെ എന്തെങ്കിലും ഒരു സമയത്ത് ബാധിച്ചേക്കാം. ബാധിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ബാധിച്ചേക്കാം. പക്ഷെ അങ്ങനെ ആവാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആസ് എ പാരന്റ് നമ്മൾ എടുക്കണം. ഒരു 15-18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ പിന്മാറുകയല്ല ചെയ്യേണ്ടത്. പിന്മാറുന്നു എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അവരിപ്പോ നിൽക്കുന്ന മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്, അല്ലെ പ്രഭ മാഡം? കാരണം അവർക്കെല്ലാം കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു, എക്സ്റ്റേണലി കൊടുക്കാൻ പറ്റുന്ന ന്യൂട്രി ചാർജ് കൊടുത്തു, നമ്മുടെ എന്താ പറയാ ഗുഡ് ഔട്ട് കൊടുത്തു, എല്ലാ സാധനങ്ങളും കൊടുത്തു. പക്ഷെ ഉള്ളിന്ന് ഹൗ ദേ ഫീൽ, ഉള്ളിന്ന് അവരുടെ അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ പരിശോധിച്ചേ പറ്റൂ. അങ്ങനെ ഒരു പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ സ്ക്രീനിന്റെ വലത് ഭാഗത്ത് കാണുന്ന ഏറ്റവും വലിയ കാര്യമാണ് അക്കാഡമിക് പ്രഷർ. ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന കാര്യമാണ് അക്കാഡമിക് പ്രഷർ. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പാലിക്കേണ്ടത് അല്ലെങ്കിൽ ഇതെന്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾ ആർസിമിലേക്ക് വരണം എന്നുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 12 കൊല്ലം പഠിക്കി എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഇങ്ങനെ പറഞ്ഞ് ജോലി കിട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ RCMന്റെ പ്രസക്തി മനസ്സിലാക്കി നിങ്ങൾ അവരോട് പറയാണ് RCMലേക്ക് വാ, നീ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരിയോ അംഗീകരിക്കും? നല്ല മാർക്ക് കിട്ടാത്തതിന് 2 പൊട്ടിച്ചു, 2 ചീത്ത പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ഈ കഴിഞ്ഞ 12 കൊല്ലത്തിൽ അവരുടെ ഉള്ളിൽ പ്രോസസ്ഡ് ആയിട്ട് കിടക്കുകയാണ്, അല്ലെ? മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുമോ, ചീത്ത കിട്ടുമോ, പേടിയാവോ എന്നുള്ളതൊക്കെ അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഇതിനൊരു മറുമരുന്ന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം അക്കാഡമിക് പ്രഷർ ഇന്ന് കുട്ടികൾ അലട്ടുന്ന ഒരു കാര്യമാണ്. അൺഎംപ്ലോയ്മെന്റ് നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ പേപ്പറിൽ വരുന്ന ഒരു കാര്യം അൺഎംപ്ലോയ്മെന്റാ. ഒരുപാട് സ്ഥലത്ത് ജോലി കിട്ടാനില്ല. ഇന്ന് ഒരു കൊല്ലം, ഇന്ത്യയിൽ ഒരു കൊല്ലത്തിൽ 2 കോടി കുട്ടികളാണ് ജനിച്ചു വീഴുന്നത്. ഇവർക്കൊക്കെ ഇവിടെ ജോലി എടുത്തു വെച്ചിരിക്കുന്നത്? LDCയിൽ തന്നെ 16 ലക്ഷം ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്. ആകെ കൂടി വേക്കൻസി ഉള്ളത് 40,000 45,000 എത്രയാണ് വേക്കൻസി വരുന്നത്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ഇതൊന്നും പോരാതെ ജോബ് കട്ട് ആൻഡ് പേ കട്ട്. എപ്പോ വേണമെങ്കിലും ജോലി പോവാം, ഉള്ള ജോലി എത്ര നല്ലതാണെങ്കിലും നിങ്ങളെ വേറെ ആരെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്യാം കുറഞ്ഞ ശമ്പളത്തിന്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഇതിന്റെ കൂടെ മാൽ ന്യൂട്രീഷൻ, ശരിയായ സമയത്ത് പോഷകാഹാരങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് ചെല്ലാതെ ആവുക. ഇത് കുട്ടികൾ വീട്ടിലാണെങ്കിൽ നിർബന്ധിച്ചെങ്കിൽ ന്യൂട്രി ചാർജ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ കൊടുക്കാം. പക്ഷേ വർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി കൊച്ചിയിലോ ബാംഗ്ലൂരോ മുംബൈയിലോ പോയി നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഞാൻ എഴുതി തരാം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളോ അവർക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, എന്താണോ കിട്ടുന്നത്, എന്താണോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, വിച്ച് ഈസ് ഇൻ ദിസ് ഡേയ്സ് ജങ്ക് ഫുഡ്, അതാണ് അവർ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അത് എളുപ്പമാണ്. കാരണം വന്ന് കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു സ്ട്രെങ്ത് അവരിലുണ്ടാവില്ല. അപ്പൊ എന്താണോ ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് അത് അവരുണ്ടാക്കി കഴിക്കും. മാൽ ന്യൂട്രീഷൻ പ്രശ്നങ്ങൾ വരും. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി വരും, ഫാമിലി ട്രബിൾസ് വരും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടി അക്കാഡമിക്കലി പ്രഷറൈസ്ഡ് ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം അടുത്ത മാസം മാർച്ചിൽ നമുക്ക് എക്സാംസ് വരാൻ പോവാണ്. ഇപ്പൊ ഫെബ്രുവരിയിൽ അതിന്റെ എക്സാംസ് തുടങ്ങും, മാർച്ചിൽ എക്സാംസ് ഉണ്ട്. ഈ എക്സാമിന്റെ സമയത്ത് ഭയങ്കര സിവിയർ പ്രഷർ ഇവരിലേക്ക് വരും, സ്വാഭാവികമായിട്ട് വരും. അത് വീട്ടുകാരെക്കാളും കൂടുതൽ നാട്ടുകാർക്കാണ് ടെൻഷൻ. അപ്പൊ അവരുടെ സൈഡിൽ നിന്നുള്ള പ്രഷറുകൾ വരും. ഈ സമയത്ത് ഈ കുട്ടികൾ പോകുന്ന മാനസികമായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നമ്മളും കൂടി പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളും ആ കുട്ടികളും തമ്മിലുള്ള അകൽച്ച കൂടാനുള്ള സാധ്യതയുണ്ട്. അറ്റ് ദ സെയിം ടൈം റിസൾട്ട് എന്തായാലും എനിക്ക് കുഴപ്പമില്ല, റിസൾട്ട് എന്തായാലും നോ പ്രോബ്ലം, നമുക്ക് അപ്പം നോക്കാമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ പറഞ്ഞതിന്റെ കെയർ ഓഫിൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കും. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളാണ് നമുക്കും മറ്റൊരാൾക്കും ഇടയിൽ ഉണ്ടാക്കുന്ന അകൽച്ച. ഇത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും അങ്ങനത്തെ വാക്കുകളാണ് നമുക്കും ആ വ്യക്തിക്കും തമ്മിൽ ഉണ്ടാക്കുന്ന അകൽച്ച. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ പറ്റുന്നതാണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഓൾറെഡി പ്രഷേർഡ് ആയിട്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ ഒന്നും കൂടി പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി നന്നാവുന്നതിനേക്കാളും കൂടുതൽ അത് മോശമാവാനുള്ള സാധ്യതയാണ്
കൂടുതൽ. ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു സിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്കറിയാം CID മൂച്ചിലൊക്കെ സിറ്റി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സിറ്റി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചു. ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി 2 പേര് വന്നു. അതിൽ ഒരാൾ അതികേമനാണ്. അയാൾ ഇത് കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മറ്റേ ആള് പറയാണ്, സൂക്ഷിക്കണട്ടാ, ഈ ഹോസ്പിറ്റലിലെ സകല ആൾക്കാരുടെയും ജീവിതം ആരുടെ കയ്യിലാ? നിന്റെ കയ്യിലാ. നീ ഒരു വയറ് തെറ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയി. ആകെ പച്ച വയറ് നീല വയറേ ഉള്ളോ. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നീ തെറ്റായിട്ട് കട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ഇയാള് ചിലപ്പോ ചുമന്ന വയറ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചതാവും. ചുമന്ന വയറ് കട്ട് ചെയ്ത ബോംബ് ഡിഫ്യൂസ് ആയനെ. ഈ പ്രഷർ കാരണം എന്തുണ്ടാവും? ഇയാള് പച്ചവയറ് കട്ട് ചെയ്യും. അതോടുകൂടിയിട്ട് എല്ലാം തീരുമാനവും. ഇതാണ് ശരിക്കും ഇവിടെയും സംഭവിക്കുന്നത്. ഓൾറെഡി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നുകൂടി പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളും കൂടുതൽ ദോഷം ചെയ്യാം. ടീച്ചിൽ കൂളായിരിക്കുക, അവരോട് പറയാം റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നോ മാറ്റർ വാട്ട്. ഓക്കെ, നോ മാറ്റർ വാട്ട്, നമുക്ക് റിസൾട്ട് നീ വിചാരിച്ച രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നീ ചെയ്യുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് എ കോൺട്രിബ്യൂഷൻ വി ഹാവ് ടു മേക്ക്. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് നേരിടുന്ന കുട്ടികൾ ഇപ്പൊ കോളേജ് കഴിഞ്ഞു, ജോലി കിട്ടിയിട്ടില്ല, അതിന്റെ ഒരു ടെൻഷൻ, അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ നോ വറീസ്, നീ കുറച്ചും കൂടി ഒന്ന് ശ്രമിക്കുക. ആ സമയത്ത് നമ്മൾ ഇതല്ല പറയണ്ട, എന്നാ RCMലേക്ക് പോരുന്നല്ല പറയണ്ട. അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞ, എല്ലാ മാതാപിതാക്കളും പറയുന്ന കാര്യമുണ്ട്, കുട്ടികളെ ജോലിക്ക് വിട്ടതിന് ശേഷം മാത്രം RCMലേക്ക് കൊണ്ടുവരിക. കാരണം RCMൽ നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചൊരു കാര്യമുണ്ട്, അതൊരു കംഫർട്ട് സോണാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യതയെക്കാളും കൂടുതൽ അവർ കംഫർട്ടബിൾ ആവാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മളൊരു ജോലിക്ക് വിടണം. ഒരു ജോലിക്ക് വിട്ട് അവിടെ അത്യാവശ്യം സാമാന്യമായിട്ട് ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദേ വിൽ റിയലൈസ് ദാറ്റ് ഓക്കെ RCM മച്ച് ബെറ്റർ ആണെന്നുള്ളൊരു ഫീല് അവർക്ക് വരും. സോ അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റ് നേരിടുന്ന ആൾക്കാരോട് നിങ്ങൾ ആ രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആൻഡ് ജോബ് കട്ട് ആൻഡ് പേ കട്ട്, ഇതിന്റെ ടെൻഷൻ അവർക്ക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ മുംബൈയിലോ ബാംഗ്ലൂരോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് അതിന്റെ പ്രഷറും അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ അവർ അലട്ടുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് എന്തെങ്കിലും അവർ പറയണം, അമ്മ അങ്ങനെ ജോലി ഭയങ്കര പ്രഷറാണ്, മാനേജറിന്റെ ഇത് താങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ഇതാണ്, നീ RCMലേക്ക് പോര് എന്നുള്ളതല്ല അവിടെ പറയണ്ടേ. നമ്മൾ പറയേണ്ട കാര്യം നീ നോക്ക്, നിനക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഇംപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുക അവർ ഇത്രയും കാലം എടുത്ത എഫേർട്ടിനെ നമ്മൾ മാനിക്കുന്നില്ല എന്നുള്ളത്. കാരണം 12 കൊല്ലം പഠിച്ച് പിന്നെ 3 കൊല്ലം ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഡിപ്ലോമ എടുത്ത് പിന്നെ PG ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ജോലി കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറയാം നീ വീട്, നീ RCMലേക്ക് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ എന്റെ എഫേർട്ടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇതെല്ലാം എന്ത് വരുന്നത്, ഇതൊക്കെ ഫാമിലി ട്രബിൾസിലായിട്ട് മാറി വരും. ഞാൻ പറയുന്നത് അവനോ, അവൻ പറയുന്നത് എനിക്കോ മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് അവൾക്കോ, അവള് പറയുന്നത് എനിക്കോ മനസ്സിലാവുന്നില്ല. കാരണം എന്താ, ഈ അകൽച്ചയാണ് കൂടുതൽ. ഇവര് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാത്തിനും പുറമെ ഏറ്റവും വലിയൊരു കാര്യം സോഷ്യൽ പ്രഷർ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഇത്രയും വിജയമായിട്ട് മാറുന്നത്. എവിടെയെങ്കിലും ഒരു യാത്ര പോയി അത് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് നമ്മൾ ഇടണം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സെലിബ്രേഷൻ നടത്തി അത് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് വിടണം. ഈ ഒരു ഇമ്പൾഷൻ, അതായത് ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പൾഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും ആവശ്യമില്ലാത്തതും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ അങ്ങനെ ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് അവിടെ എന്താവും, കംപ്ലീറ്റ്ലി തകിടം മറിയും. അപ്പൊ സോഷ്യൽ പ്രഷറും ഒരു വലിയ ഫാക്ടറാണ്. കാരണം ഇന്ന് ആ കുട്ടിക്ക് ഇത്ര ഇവിടെ കിട്ടി, ഇന്ന പോസ്റ്റിലാണ് നിൽക്കുന്നത്, നിനക്ക് എന്തായി എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വേറൊരു നല്ല ജോലി തേടാനുള്ള ഒരു ശ്രമം ആളുടെ ഭാഗത്തുണ്ടാവും. അത് കിട്ടാതെ ആകുമ്പോൾ ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ആൻഡ് ഇനി അൺഎംപ്ലോയ്മെന്റ് ഞാൻ പറഞ്ഞു, ഇന്ന് നോക്കി നോക്കൂ, 8% അൺഎംപ്ലോയ്മെന്റ് കൂടിയൊക്കെയായിരുന്നു ഫെബ്രുവരി 2024. ഇന്ത്യയിലെ ജനങ്ങളുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തും തീർച്ചയായിട്ടും ഫെബ്രുവരി 2024 അപ്പുറത്തേക്ക് എത്തുമ്പോൾ 18 കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയായിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് ജോലി സാധ്യത വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ കണക്കല്ല, കൺസ്യൂമർ പിരമിഡ് ഹൗസ് ഹോൾഡ് സർവേയുടെ കണക്കാണ് പറയുന്നത്. 6.8% നിന്ന് ജനുവരി ഫെബ്രുവരി ആയപ്പോൾ 8% അത് കൂടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് 2025 നിൽക്കുമ്പോൾ ഇത് എത്ര കൂടിയിട്ടുണ്ടായിരിക്കും. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, അവസരങ്ങൾ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് കാണാം, അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിത നിലവാരം ഉയരുന്നില്ല. ഇന്ത്യയിലെ ജോലി ചെയ്യുന്നവരിൽ 89% പേരും സഹിച്ചും കഷ്ടപ്പെട്ടും കഴിയുന്നവരാണെന്ന് പഠനം. ഇത് കുട്ടികളുടെ കേസ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കേസും കൂടിയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമല്ല. പക്ഷെ ഭൂരിഭാഗം കേസുകളിലും പഠനം പറയുന്നത് ഇന്ന് 90% ആൾക്കാരും അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സഹിച്ചും കഷ്ടപ്പെട്ടുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതില് കുട്ടികളും പെടും, ആസ് എ പീപ്പിൾ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളും പെടും. ഈ അടുത്ത് EY എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഒരു കുട്ടി വർക്ക് പ്രഷർ കാരണം മരിച്ച നിലയിൽ കണ്ടെത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക.
വർക്ക് പ്രഷർ കാരണം IT കോർപ്പറേറ്റ് മേഖലയിൽ ഒരു യുവതി കണ്ടെത്തി. ഇനി നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ, ഇത് ഒരു കേസല്ലല്ലോ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലേ, നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ജനറലൈസ് ചെയ്യാൻ പറ്റും. എന്റെ കോൺടാക്ട് ലിസ്റ്റ് ഏകദേശം 30-35 അധികം എന്റെ കൂടെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ച ചെറുപ്പക്കാരുണ്ട്. ഓരോരുത്തരെയും വേണമെങ്കിൽ ഞാൻ കോൾ ചെയ്ത് ഇപ്പോ നിങ്ങൾ പോലും അറിയാതെ അല്ലെങ്കിൽ ആള് പോലും അറിയാതെ ഞാൻ അത് കോൺടാക്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് തരാം. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് ഇവരെല്ലാവരും അനുഭവിക്കുന്ന വർക്ക് പ്രഷർ ഏകദേശം സിമിലർ ആണ്. ലൈഫിലെ വേറെ ഒരു പേഴ്സണൽ കാര്യത്തിനും സമയം കണ്ടെത്താൻ പറ്റാതെ ആ ലെവൽ ഓഫ് വർക്ക് പ്രഷർ ആണ് വരുന്നത്. എസ്പെഷ്യലി കോവിഡിന് ശേഷം എന്ത് സംഭവിച്ചു? വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊണ്ടുവന്നതോട് കൂടിയിട്ട് സാധാരണ ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്താൽ 8 മണി തൊട്ട് 5 മണി വരെ വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഇന്ന് വീട്ടിലായതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യം, നീ വീട്ടിലല്ലേ, അല്ലെങ്കിൽ മോള് വീട്ടിലല്ലേ, പിന്നെന്താ പ്രശ്നം, വീട്ടിൽ നിന്ന് ചെയ്തുകൂടെ, ലാപ്ടോപ്പും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ പകുതി കാശ് കുറവാണ്, നിങ്ങൾക്ക് റെന്റ് കൊടുക്കണ്ട, നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കണ്ട, പെട്രോളിന്റെ കാശ് കൊടുക്കണ്ട, ഇതൊക്കെ കമ്പനി ആസ രീതിയിൽ ഞങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന് റിട്ടേൺസ് ഉണ്ടാക്കി തന്നാൽ മതി. അപ്പൊ സത്യം പറഞ്ഞ പേഴ്സണൽ ലൈഫ് ഇല്ല. അപ്പൊ ഇത്തരത്തിലെ വർക്ക് പ്രഷറുകൾ കൂടുമ്പോൾ ഇത്തരത്തിലെ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യത വളരെ കൂടുതൽ. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് പലപ്പോഴും നമ്മളും കുട്ടികളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു അകൽച്ച. ഇനി അവർ ചെയ്യുന്ന തെറ്റുകളെ പരമാവധി അത് ടോളറേറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. റെയർലി ടോളറേറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ക്ഷുഭിതരാവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. എസ്പെഷ്യലി ഒരു ടീനേജ് സമയത്തുള്ള കുട്ടികളുടെ കേസ് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ടിരിക്കും അവരുടെ റിയാക്ഷൻ. സോ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് കുറച്ചും കൂടി മെച്യൂരിറ്റിയോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ചിൽഡ്രൻ ആർ എക്സ്പെക്ടഡ് ടു ബി റെപ്ലിക്കാസ്. ഇപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എഞ്ചിനീയർ ആവണമെന്ന്. ഞാൻ വിചാരിക്കുകയാണ് എന്റെ മകനെങ്കിലും ആക്കണം. അത് തെറ്റായ ഒരു കാര്യമല്ലേ? കാരണം എന്റെ ആഗ്രഹമായിരിക്കില്ല ഒരിക്കലും അടുത്ത തലമുറയ്ക്ക്. അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, ബെറ്റർ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്റെ ആഗ്രഹത്തെ മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല, അത് ഇഷ്ടക്കുറവായിട്ട് മാറും. ടു മെനി കമ്പാരിസൺസ്, ഒരാളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുക ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം. നിന്റെ ക്ലാസ്സിൽ ഈ കുട്ടിക്ക് അത് കിട്ടിയില്ലേ, ആ കുട്ടിക്ക് അത് കിട്ടിയെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ഈ കമ്പാരിസൺസ് ആണ് പലപ്പോഴും കുട്ടികളെ ഒരു അസാധാരണ തലത്തിലേക്ക് ചിന്തിക്കാൻ, അസാധാരണ തലം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ലെവലല്ല ഞാൻ പറഞ്ഞത്, ഒരു നെഗറ്റീവ് തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരെ ആ ഒരു സ്ഥലത്തേക്ക് ഫോഴ്സ് ചെയ്യുന്നത് പലപ്പോഴും കമ്പാരിസൺ ആണ്. ആ കുട്ടിക്ക് കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് കിട്ടിയില്ല? ഇത് പലപ്പോഴും കേൾക്കുന്ന ഒരു കമ്പാരിസൺ ആണ്. ഓരോ കുട്ടികളെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിൽ. ഇപ്പൊ ന്യൂട്രിചാർജിനെ പറ്റി പഠിച്ചപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഏത് ഭക്ഷണമൊക്കെ കഴിക്കണം പഠിച്ചപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ DHAയുടെ ഇമ്പോർട്ടൻസ് എത്രയാണുള്ളത്. ഓരോ കുട്ടികൾക്കും അത് കിട്ടിയതിന്റെ അളവിൽ വ്യത്യാസം വരും. അങ്ങനെ അളവിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും കമ്പയർ ചെയ്യരുത്, ഒരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച്. കാരണം അത് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും. ആരെയാണോ നിങ്ങൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയോട് ഈ കുട്ടിക്ക് ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് കമ്പയർ. കാരണം നമുക്ക് ഒരിക്കലും ആനനെ പുലിയായിട്ടോ സിംഹമായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒരിക്കലും മീനിന്റെ കഴിവ് വെച്ചിട്ട് നമുക്ക് സിംഹത്തിന്റെ കഴിവായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റം. അവിടെ വരുന്ന കുട്ടികൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നോട്ട് ഇനഫ് ഇന്ററാക്ഷൻ. ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിലായിട്ട് നമുക്ക് അകൽച്ച വരാനുള്ള ഒരു കാരണം. ശരിയായിട്ടൊരു ഇന്ററാക്ഷൻ ഇല്ല. ഇവിടെയാണ് ശരിക്കും ആസ് എ പാരന്റ്സ് നമ്മൾ നേരിടുന്ന പ്രശ്നത്തെ പറ്റി ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരുന്നത്. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ കാലഘട്ടത്തിന് ഒരു അത്യാവശ്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് രക്ഷിതാക്കൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം. ഈ പറഞ്ഞ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് നല്ല ഇന്ററാക്ഷൻ വേണം. നമുക്ക് പലപ്പോഴും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യം അങ്ങനെയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ശരിയായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. രാവിലെ 8 തൊട്ട് രാത്രി 8 വരെ വർക്ക് ചെയ്യുന്ന ഒരു പിതാവിന് എങ്ങനെയാണ് കുട്ടിയുമായിട്ട് ഇന്ററാക്ഷൻ വരിക? എങ്ങനെയാണ് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തീന്മേശയിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുക? ചിലർ വർക്കും കൊണ്ടാണ് വീട്ടിലേക്ക് വരിക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ ആസ് എ പാരന്റ് അമ്മയും അച്ഛനും ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് ഇന്നത്തെ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് രണ്ടുപേരും വർക്കിംഗാ. ഈ സമയത്ത് ഈ കുട്ടിയുടെ പരിഭ്രാന്തിയോ ഈ കുട്ടിയുടെ വിഷമങ്ങളോ ഈ കുട്ടിയുടെ ടെൻഷനോ ഇത് ആരോടെ ഷെയർ ചെയ്യുക? ആരിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുണ്ടാവുക? സ്വാഭാവികമായിട്ട് ഈ ഒരു സമയത്ത് ഈ കുട്ടി പോകുന്നത് കൂട്ടുകാരുടെ അടുത്തേക്കാണ്. കൂട്ടുകാർക്ക് ജീവിതാനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളുന്നില്ല. നല്ല കൂട്ടുകാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ there are chances that ചില സമയത്ത് നമുക്ക് കിട്ടുന്ന കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കും? അതിലൊരിക്കലും കൂട്ടുകെട്ടിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ പഴി പറയണം? നമുക്ക് ശരിയായ സമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ഇവരെ അടുത്ത തലത്തിലേക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ജോലി നേടിക്കൊടുത്ത് നല്ലൊരു എന്താ പറയാ
അംഗീകാരം കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് എത്തിച്ച് ഒരു പ്രൊഫഷണൽ ലെവലിൽ ആ കുട്ടി സെറ്റിൽ ആകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടണം. ഇതേ കാര്യം തന്നെ ചെറുപ്പക്കാരന്റെ കേസിലും നമുക്കുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ശരിക്കും ആക്ച്വലി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ ഈ പ്രവർത്തിക്കുന്ന നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ 100% കൊടുക്കുന്ന ഈ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സ് തുറക്കാൻ പറ്റുന്നുണ്ടോ? അവരെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് നിങ്ങൾക്ക് യാത്രയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്ട്രെസ്സോട് സ്ട്രെസ്സാ. നമുക്ക് എന്തുണ്ട്? വർക്ക് സ്ട്രെസ് ഉണ്ട്, EMI അടയ്ക്കാനുള്ള ടെൻഷൻ ഉണ്ട്, നമ്മുടെ ലാക്ക് ഓഫ് പേഴ്സണൽ സ്പേസ്. നമുക്ക് ഒരു പേഴ്സണൽ സ്പേസ് കിട്ടുന്നില്ല. കാരണം എന്താ? വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ പറയും, ചേട്ടാ ആ ബില്ല് അടയ്ക്കാണ്ട്, ഈ ബില്ല് അടയ്ക്കാണ്ട്, അവിടെ കല്യാണത്തിന് പോകണ്ട്, ഇവിടെ കല്യാണത്തിന് പോകണ്ട്. ഇനി ഭാര്യ വന്നു കഴിഞ്ഞാൽ ഭാര്യയോടും കുറെ കാര്യങ്ങൾ പറയും, ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ആ കാര്യങ്ങളുണ്ട്, ഇന്ന് ഈ മാസം ഇത്ര കൺട്രോൾ ചെയ്തേ പറ്റൂ എന്നുള്ളത്. അപ്പൊ ശരിക്കും ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണൽ സ്പേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നില്ല? അവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നോ ടൈം ഫോർ എനിത്തിങ്. ഒന്നിനും സമയമില്ല. രാവിലെ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. ഇതിനിടയില് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്നതിന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർക്ക് സ്ട്രെസ്സും EMIയും പേഴ്സണൽ സ്പേസും സമയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലുമോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമോ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ ഹേർട്ടാവും. ഞാൻ നിന്നേക്കാളും മൂത്തതല്ലേ, നിന്നേക്കാളും 2 ഓണം ഉണ്ടതല്ലേ, നീ എന്നോട് അങ്ങനെ പറയാൻ പാടോ എന്നുള്ള ചില കാര്യങ്ങൾ വരും. അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മതി, ഞാൻ പറഞ്ഞ പോലെ മാർക്ക് മേടിച്ചോളോട്ടാ, അല്ലെങ്കിൽ കാണാം, നീ റിസൾട്ടുമായിട്ട് വാ. അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിക്ക് നിന്നെക്കാളും കൂടുതൽ മാർക്ക് വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇതൊന്നും നമ്മൾ സംസാരിക്കുന്നതല്ല, നമ്മുടെ ഈഗോ സംസാരിക്കുന്നതാണ്. ഇതും നമ്മുടെ തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ജീവിത ശൈലി നമ്മളെ ഫോഴ്സ് ചെയ്യാണ്. കാരണം 99% കേസുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 86% ആൾക്കാര് അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അതൃപ്തരാണ്. അവിടെ അതൃപ്തരാകുമ്പോൾ വിചാരിച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ സാധ്യത വരുമ്പോൾ, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകാതെ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യവും വിഷമവും അമർഷവും ഒക്കെ വരും. ഇത് പലപ്പോഴും എവിടെയാണ് കാണിക്കുക? വീട്ടിൽ പോയിട്ടാണ് കാണിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി കുട്ടികളോടോ ആണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇനി ആസ് എ രക്ഷിതാവ് നമ്മൾ ചെയ്യുന്ന ജോലി ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഇത് ഫുൾഫിൽ ചെയ്യാത്ത, ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാത്ത ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളും കുട്ടികളും തമ്മിൽ കിലോമീറ്റർ ആൻഡ് കിലോമീറ്റർ അകൽച്ചയുണ്ട്. കാരണം വാട്ട് ഡു യു ലവ് ടു ഡു? നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണോ? നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ നല്ല കഴിവുള്ള ഒരാളാണോ? നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളോ? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടും നിങ്ങൾ കൊടുക്കുന്ന സമയത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു വരുമാനമോ കമ്മീഷനോ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ ഐ ഹോപ്പ് നിങ്ങളുടെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നു, മോസ്റ്റ് ലൈക്ലി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള, അകൽച്ച വരാനുള്ള ഏറ്റവും വലിയ കാരണം ഒന്ന്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നത്, വെറുത്തിട്ടാ പോകുന്നത്. രാവിലെ ശബ്ദിച്ചിട്ടാണ് നാശം പിടിച്ച കമ്പനിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ആ മാനേജറിന്റെ മുഖം കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്കിൽ ഉണ്ടാവും, കഴിവുണ്ടാവും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കില്ല. കാരണം എന്താ? ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാത്ത ജോലിയാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മൾ എത്ര ടൈം എടുത്താലും എത്ര എഫേർട്ട് കൊടുത്താലും ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന ജോബ് സെക്ടറിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ എന്ത് കിട്ടുന്നില്ല? നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യവും കിട്ടുന്നില്ല. അംഗീകാരങ്ങൾ കിട്ടുന്നില്ല, സെൽഫ് റെസ്പെക്ട് കിട്ടുന്നില്ല, വരുമാനം കിട്ടുന്നില്ല, നമ്മൾ ആഗ്രഹിച്ച തോതിലുള്ള ഒരു ശമ്പളത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല, ടാക്സ് കട്ട് കിട്ടുന്നില്ല. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. സോ എന്താണ് സൊല്യൂഷൻ? ഈ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ വാട്ട് ഈസ് എ സൊല്യൂഷൻ? ഞാൻ ഇതേ മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. നിങ്ങൾ ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഒരിക്കൽ ഇരുന്നിരുന്ന ഒരാളാണ്. IT കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, വിപ്രോയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തുടക്കമൊക്കെ നല്ല രസമായിരുന്നു. കാരണം എപ്പോ വേണമെങ്കിലും ബ്രേക്ക് എടുത്ത് പോവാം. ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ബ്രേക്ക് എടുത്തൊരു ചായ കുടിക്കാനൊക്കെ പോവാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി 6 മണിക്ക് വന്നിട്ട് 4 മണിക്ക് പോകണമെങ്കിൽ അവൻ 6 മണി തൊട്ട് 4 മണി വരെ അവന്റെ സമയം കാര്യക്ഷമതയോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പഠിച്ച ഒരാളായിരിക്കും.
ഒന്ന്, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഇഷ്ടപ്പെടാത്ത ജോലി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ഞാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത്രയും സമയം ഞാൻ കൂടുതൽ അവിടെ പ്രവർത്തിക്കണം. ഞാനൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ എടുത്തു കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യണം. അങ്ങനെ 6 മണിക്ക് വന്ന ഞാൻ പോകുന്നത് 8 മണിക്കാണ്. എന്താണ് പേഴ്സണൽ ലൈഫുള്ള? പണിയിട്ട് തീരുമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെച്ചമില്ല. അപ്പൊ വർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇൻകം ആദ്യമൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നല്ലോ, ഉഷാറായിരുന്നു, നല്ല അത്യാവശ്യം എനിക്ക് ജീവിക്കാനുള്ള ഇൻകം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പിന്നീട് പോയി പോയി ജീവിത ചെലവ് കൂടി തുടങ്ങി. ജീവിത ചെലവ് കൂടി തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരു വരുമാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ മാനേജറിനോട് ചെന്ന് ചോദിച്ചു, സാറേ അടുത്ത ഒരു എഫ് എൽ എം എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അതായത് നമുക്ക് പോസ്റ്റ് വൈസ് മാറാൻ പറ്റും, വേറൊരു ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് മാറാൻ പറ്റും. അതിന്റെ എക്സാം എഴുതാൻ ഞാൻ പ്രാപ്തനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആൾ പറഞ്ഞു, ഇപ്പൊ പ്രാപ്തനല്ല, അതിന് 3 കൊല്ലം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇനി 1.5 കൊല്ലം വർക്ക് ചെയ്യണം ഇതേ ഇൻകത്തിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു, സാറേ ശമ്പളം കൂട്ടി തരാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചു. അപ്പോൾ ശമ്പളം കൂട്ടി തരാൻ പറ്റില്ല, വേണമെങ്കിൽ വിനോദ് സാറേ പണി കൂട്ടി തരാം എന്ന് പറഞ്ഞു. പണി ഇപ്പൊ ഓൾറെഡി ഉണ്ടല്ലോ. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കുളിയും പല്ലേപ്പൊക്കെ അവിടെ. പിന്നെ കോവിഡ് ഒക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് നമ്മൾ 48 മണിക്കൂറും അവിടെ രസകരമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. രാവിലെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഷ് ഒക്കെ ആയിട്ട് ചെല്ലും, അവിടെ വാഷ്റൂം ഉണ്ട്, കുളിക്കുക, തൊട്ടടുത്തൊരു കോഫി മെഷീൻ വെച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് കാപ്പി ഇഷ്ടം പോലെ കിട്ടും, എത്ര കാപ്പി വേണമെങ്കിലും വയറ് നിറച്ച് കുടിക്കാം. അങ്ങനെ കാപ്പി കുടിക്കുന്നു, വന്നു ഇരിക്കുന്നു, വീണ്ടും കാപ്പി കുടിക്കാൻ പോകുന്നു, ഇതന്നെ പരിപാടി. എവിടെയാണ് പേഴ്സണൽ സ്പേസ് ഉള്ളത്? രക്ഷിതാക്കളെ വിളിക്കാനായിട്ട് എവിടെയാ സമയമുള്ളത്? ഒരു ബന്ധം നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. അവിടെ ആ ഒറ്റ സാഹചര്യമുള്ള ഒരു റോബോട്ടിനെ പോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരിക, കിടന്നുറങ്ങുക, അടുത്ത ദിവസം വീണ്ടും ഉറങ്ങുന്നത് എന്തിനാണെന്ന് അറിയാം? അടുത്ത ദിവസം രാവിലെ എന്റെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ട് ഉറങ്ങുന്നൊന്നല്ല. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകണല്ലോ, അതിന് ഇപ്പൊ കിടന്നാലേ പോകാൻ പറ്റൂ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് സന്തോഷം? എവിടെയാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു റിവാർഡ് കിട്ടുന്നത്? എവിടെയാണ് എന്റെ സ്കിൽ ഇമ്പ്രൂവ് ആവുക? ഒരേ കാര്യം തന്നെ ഒരു മെക്കാനിക്കൽ ലെവലിൽ വന്നു ചെയ്യുന്നു. പണ്ട് ഈ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, അത്ര തന്നെ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സ്കില്ലൊന്നുമില്ല. നമ്മൾ വരുന്നു, അടിച്ചു വരുന്നു. കണ്ടന്റ് വരുന്നതോ പേപ്പറിൽ എന്ത് വരുന്നതോ നമ്മൾ വായിക്കുന്നില്ല. കാണുന്നു അടിക്കുന്നു ഇതന്നെ പരിപാടി. ഇതിലെവിടെ സ്കില്ല് വരുന്നത്? എവിടെ നമുക്ക് മെച്ചപ്പെടാനുള്ള ഒരു അവസരമുള്ള? ഇതൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ 2019 ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം ഏകദേശം 1.5 കൊല്ലമായിട്ട് എന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു അടുപ്പമില്ല. ഇവരെവിടേക്ക് പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ബിസിനസ്സിൽ എന്താണ്, ഏത് പൊസിഷനാണെന്ന് പോലും എനിക്കറിയില്ല. ആവശ്യം ചെയ്യുന്നുണ്ട് എനിക്കറിയാം. യാദൃശികമായിട്ട് എന്റെ ഒരു സുഹൃത്ത് ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നു. അന്ന് വർക്ക് കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് സുഹൃത്തിന്റെ ഒപ്പം ഞാൻ മെറൈൻ ഡ്രൈവ് കാണിക്കാൻ വേണ്ടിയിട്ട് പോയി. മെറൈൻ ഡ്രൈവ് കാണിക്കാൻ പോയി കുറച്ചങ്ങോട്ട് നടന്നു പോയപ്പോ ഒരു കപ്പൽ നിൽക്കുന്നുണ്ട്. ആ കപ്പല് കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ, എന്റെ കൂടെ നടക്കുന്ന ഈ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എടാ നിന്റെ അച്ഛനമ്മയിൽ അവിടെ നിൽക്കുന്നേന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാരണം നമുക്കറിയില്ല ഇവരെവിടെയാന്ന്, ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ആർസിയും ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എവിടെയാണ്, എന്താണ്, ആരെ കാണുന്ന ഒന്നും അറിയില്ല. പറഞ്ഞു, ഇല്ലടാ നിന്റെ അച്ഛനമ്മയെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്റെ അച്ഛനമ്മയാ. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, ഇതെന്താ ഇവിടെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇല്ല കമ്പനിയുടെ ഒരു ആനിവേഴ്സറി പ്രോഗ്രാം ഉണ്ട്, TCG ഒക്കെ വന്നിട്ട് കപ്പലിലുണ്ട്, അപ്പൊ ഞങ്ങൾ അത് കൂടാൻ വേണ്ടി വന്നൊക്കെയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരേ ജില്ലയില് ഒരേ ഏരിയയിൽ ഉണ്ടായിട്ട് പോലും ഇവർക്ക് ലൈക്ക് എനിക്ക് അങ്ങോട്ട് പറയാനോ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് പറയാനുള്ള ഒരു സമയം ഉണ്ടായില്ല. ബിക്കോസ് എന്താ, ഞാൻ ജോലിക്ക് പോയതിനു ശേഷം ആ ഒരു ബന്ധം ഞാനായിട്ട് കട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായ രീതിയിൽ എടുക്കരുത്. സമയമില്ല, വിളിക്കാൻ സമയമില്ല, കാണാൻ നേരമില്ല. പിന്നെ എങ്ങനെയാണ് ബന്ധം വളരുക? ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇവര് തമ്മിലെ ബന്ധം ശരിയല്ല, അതുകൊണ്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, അതുകൊണ്ട് രണ്ടാമതൊരു ചിന്തയില്ല. അവർ വിദേശത്തേക്ക് പോകുന്നു, ഇവര് ഇവിടെ പ്രായമായി വരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള ഓൾഡ് ഏജ് ഹോംസിന്റെ അളവ് കൂടുതലാ. ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോം നല്ലത് നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ അവർ തന്നെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പിള്ളേർ വന്ന് തിരഞ്ഞെടുത്തിട്ട് പോവും. ലാസ്റ്റ് നേരത്ത് കാണാൻ പോലും ഇവർ കൂട്ടാക്കുന്നില്ല. ബിക്കോസ് ദി ഇമോഷണൽ കണക്ഷൻ ഈസ് ഗോയിങ് ഓഫ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഒരു ഇൻസിഡന്റിനൊക്കെ ശേഷം എനിക്ക് തോന്നി, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ മാറ്റം ലൈഫിൽ വരണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് വേറൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. പക്ഷേ എന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് യാദൃശികമായിട്ട് ഇരിഞ്ഞാലക്കുട SNDP ഹാളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ആ പ്രോഗ്രാമിലേക്ക് കയറി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ആദ്യമൊന്നും ഇത് അത്ര കാര്യമായിട്ട് ക്ലിക്കായില്ല. കാരണം ഇത് ഒരു കുറെ പേര് വന്നു കൈയടിക്കുന്നു, ഡൽഹി മാഡം കൈയടിച്ച് തകർക്കുക അങ്ങോട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിപ്പോ ഇത് പരിപാടി, കയ്യടി തന്നെ കയ്യടി, എന്ത് പറഞ്ഞാലും കയ്യടി, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രൂഫ് എവിടെ? കുറച്ച് നാള് ഇതിങ്ങനെ കേട്ട് അവസാനം എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല,
സത്യം ഉണ്ടോന്ന് അറിയുന്നത് പ്രവർത്തിച്ചു നോക്കണം. അങ്ങനെ ഇത് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോ ഒരു ട്രിപ്പ് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. മലേഷ്യ, സിംഗപ്പൂര് കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഞാൻ, രാജൻ സാർ, പ്രിയ മാഡം ഒരു ട്രിപ്പ് പോയി ഒരു ആഴ്ചത്തോളം ഞങ്ങൾ ഒരു മുറിയിലാണ് കിടന്നത്. എന്റെ ജീവിതത്തില് 12ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് അന്നാ. 3 ബെഡുണ്ട്. അതില് ഒരു ബെഡിൽ അച്ഛൻ, ഒരു ബെഡിൽ അമ്മ, ഒരു ബെഡിൽ ഞാൻ. ഈ ഒരു ആഴ്ചയിലാണ് അച്ഛന്റെ ഇഷ്ടം എന്താണ്, അമ്മയുടെ ഇഷ്ടം എന്താണ്, അച്ഛൻ ആരാണ്, അമ്മ ആരാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ ഒരു ആഴ്ചയിലാണ്. കാരണം കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് കോണ്ടാക്ട് ഇല്ല. കോളേജിലാകുമ്പോൾ വലിയ കാര്യമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. നമ്മൾ കോളേജ് വിട്ട് വരുന്നു, ബസ് കയറുന്നു, വീടെത്തുന്നു, പിള്ളേരായിട്ട് പുറത്തു പോകുന്നു, വൈകിട്ട് വരുന്നു, ഇത്രയുള്ള പരിപാടി. വേറെ കോണ്ടാക്റ്റോ തീന്മേശയിൽ നിന്ന് സംസാരോ കാര്യങ്ങളൊന്നും. കാരണം എന്ത് പറഞ്ഞാലും ആർസിയം പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് കേൾക്കാൻ നമ്മളും കൂട്ടാക്കിയില്ല. അങ്ങനെ ഈ ഒരു യാത്ര കഴിഞ്ഞപ്പോ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവരെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞു തുടങ്ങി. ഇതാണ് ഇഷ്ടം, ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങി. ആ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു സിംഗിൾ സൊല്യൂഷൻ എന്ന് ഞാൻ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള സിംഗിൾ സൊല്യൂഷൻ എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളായിട്ട്, നിങ്ങളുടെ പാർട്ട്ണറായിട്ട്, നിങ്ങളുടെ അടുത്ത തലമുറയായിട്ട്, നിങ്ങളുടെ മാതാപിതാക്കളായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരിക്കും. ഒരു IT ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ മകളുടെ കൂടെ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാനുള്ള ഒരു അവസരം ഇന്നുണ്ട്. ഒരാളും, ഒരു ബോസ് എന്നെ വിളിച്ച് പറയില്ല, നീ എന്താ കുട്ടിയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുക, നീ ഇങ്ങോട്ട് വാന്ന് പറയില്ല. കാരണം ഞാനാണ് എന്റെ സമയ സ്വാതന്ത്ര്യം തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. എവിടെ വർക്ക് ചെയ്താലാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക, എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് എന്റെ ഇഷ്ടപ്രകാരം, എന്റെ സമയത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. മണി ഈസ് നോട്ട് എ പ്രോബ്ലം എനിമോർ. ഇന്ന് വരുമാനം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, അത് വന്നുകൊണ്ടിരിക്കുന്ന അറിയാം. ലൈഫിൽ മണി ഫ്രീഡം വന്നു തുടങ്ങി. ഒരു ജോലി ചെയ്തപ്പോൾ കിട്ടാത്തത് ഇന്ന് ഇവിടെ വന്നപ്പോൾ കിട്ടി. എല്ലാത്തിനും ഉപരി സ്പേസ് കിട്ടി. എനിക്ക് എന്റേതായ ഒരു സ്പേസ് ഈ സൊസൈറ്റിയിലും വീട്ടിലും സമൂഹത്തിലും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആൻഡ് ഗ്രോത്ത് ഓഫ് എനി റിലേഷൻഷിപ്പ്, ഞാൻ പറയുന്നു, ഒരു ബന്ധം ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് RCM. അതുകൊണ്ട് എന്റെ എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മാതാപിതാക്കളെ എനിക്ക് തിരിച്ചു തന്നത് RCM ആണ്. 100% ആയിട്ട് ഞാൻ പറയും, അവർക്ക് ഈ മകനെ തിരിച്ചു കൊടുത്തത് RCM ആണ്. കാരണം ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. മണിക്ക് മണി തന്നെ വേണം, കാശിന് കാശ് തന്നെ വേണം, അല്ലെങ്കിൽ സിംഗപ്പൂരും മലേഷ്യക്ക് എങ്ങനെ പോകാനാ? പക്ഷെ ആ യാത്രയിലാണ് എന്തുണ്ടായത്, ഒരു തിരിച്ചറിവുണ്ടായത്. എങ്ങനെ പോകാൻ സാധിച്ചു? ബിക്കോസ് ഫിനാൻഷ്യലി വി വർ കേപ്പബിൾ ടു ഡു ദാറ്റ്. സമയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അല്ലെ. ഒരാഴ്ച ഈ ബിസിനസ് നിന്ന് മാറി നിന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് അന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ ഞാനൊരാഴ്ച എന്റെ ജോലിയിൽ നിന്ന് മാറി നിന്നാലോ 100 കാരണങ്ങൾ കൊടുക്കേണ്ടി വന്നേനെ. സോ ഗ്രോത്ത് ഓഫ് എനി റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിലുള്ള, ഞാൻ തുടക്കത്തിൽ ഒരു ചിത്രം കാണിച്ചു അല്ലെ, കുട്ടികളോട് ചെറുപ്പത്തിൽ ചോദിച്ചു ഞാൻ പറയും എനിക്ക് അച്ഛനെ പോലെ ആവണം, അമ്മയെ പോലെ ആവണമെന്ന് പറഞ്ഞ പിള്ളേര് ഇപ്പൊ പറയുന്നത് ഷാറുഖ് ഖാനെ പോലെ ആവണം, അമീർ ഖാനെ പോലെ ആവണമെന്ന് പറയാനുള്ള കാരണം, ഈ ബന്ധം പതുക്കെ എന്താണ്, ദൂരെ പോയിക്കൊണ്ടിരിക്കുക. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ ആസ് എ രക്ഷിതാവ് സഹായിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് RCM. ഇനി എങ്ങനെ ഞാൻ സക്സസ് ആയി, എന്റെ സക്സസിന്റെ പിന്നിലുള്ള രഹസ്യം എന്താന്നുള്ളത് നിങ്ങളുമായിട്ട് നിർമ്മലജി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എന്താണ് എന്റെ സക്സസ്? ദിസ് ഈസ് മൈ സക്സസ്. നമ്മൾ പറയില്ലേ, ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറയുന്ന പോലെ, എന്റെ സക്സസിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരാണ്. വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു 20-25 കൊല്ലം പിന്നിലോട്ട് പോയിട്ട്, അന്ന് ടീച്ചർ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞപ്പോൾ എന്റെ അച്ഛനാണ് ഹീറോ, എന്റെ അമ്മയാണ് ഹീറോയിൻ എന്ന് പറയാൻ പറ്റിയ അതേ സന്തോഷത്തോട് കൂടിയിട്ട്, അതേ എനർജിയോട് കൂടിയിട്ട്, ജയസിംഗ് സാറെ, അതേ പവറോട് കൂടിയിട്ട് ഇന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഈ ഇരിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് എന്റെ ലൈഫിലെ ഹീറോ ആൻഡ് ഹീറോയിൻ, എന്റെ അച്ഛനും എന്റെ അമ്മയും. എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് പറയാൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ചെയ്ത പ്രവൃത്തി അത്തരത്തിലായിരുന്നു. ഇവർ RCMനെ ആസ് എ രക്ഷിതാവ്, ആസ് എ പാരന്റ് തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്നൊരു കാര്യമുണ്ട്. അത്രയും കാലത്തെ 20 കൊല്ലത്തെ എയർഫോഴ്സിലെ പ്രവർത്തനത്തിൽ കിട്ടാത്ത ഒരു കാര്യം അവർക്ക് ലൈഫിൽ RCMൽ വന്നപ്പോൾ കിട്ടി. അതാണ് എന്താ? ഫ്ലെക്സിബിലിറ്റി. എപ്പോ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, ആരെ വേണമെങ്കിലും കാണാൻ പോയി അത് വർക്കിംഗ് അവർ ആക്കി മാറ്റാൻ പറ്റുന്ന ഫ്ലെക്സിബിലിറ്റി.
ഒരു പട്ടാളക്കാരനോ ഒരു എയർഫോഴ്സ്കാരനോ ഒരിക്കലും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, ഗവൺമെന്റ് ആണ് പറയാ എത്ര ടൈം വർക്ക് ചെയ്യണം, ഗവൺമെന്റ് ആണ് പറയാ എവിടേക്ക് പോകണം, ഗവൺമെന്റ് ആണ് പറയാ യുദ്ധത്തിന് പോകണോ വേണ്ടെന്ന് ഗവൺമെന്റാ പറയാ. പക്ഷെ RCMൽ വന്നപ്പോഴോ എന്റെ സമയം ആരോടൊപ്പം കാര്യക്ഷമതയോട് കൂടിയിട്ട് ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? രാജൻ സാറാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു വർക്ക് ലൈഫ് കൊണ്ടുവരാൻ സാധിച്ചു. എയർഫോഴ്സിലുള്ള സമയത്തും ഞാനുണ്ട്, NIF-ൽ അധ്യാപകനായിരിക്കുന്ന സമയത്തും ഞാനുണ്ട്, RCMലുള്ളപ്പോഴും ഇപ്പോഴും ഞാനുണ്ട്. ഈ 3 സ്ഥലത്തും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ആദ്യത്തെ 2 കാറ്റഗറിയിൽ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലൊരു സമയം, അദ്ദേഹത്തിന് ആഗ്രഹം എനിക്ക് സമയം തരുന്നത്, പക്ഷെ തരാൻ സാധിച്ചിരുന്നില്ല. കാരണം വർക്ക് പ്രഷർ അത്രത്തോളായിരുന്നു, വർക്ക് ഡിമാൻഡ് ചെയ്യുന്നത് അത്രത്തോളായിരുന്നു. പക്ഷേ ഇന്ന് RCMൽ വരുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാ ദിവസവും ആ സമയം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞാലും ഏതൊരു മീറ്റിംഗ് കഴിഞ്ഞാലും അദ്ദേഹമായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം, RCM ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം, ബാക്കി സിനിമകൾ ഡിസ്കസ് ചെയ്യാനുള്ള അവസരം, സാമൂഹിക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. തീന്മേശയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സമ്പ്രദായം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് എത്ര വീടുകളിൽ അങ്ങനെ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. മകൻ കഴിക്കുന്നത് വേറൊരു സമയത്ത്, മകള് കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, അച്ഛൻ കഴിച്ചിട്ട് വരുന്നുണ്ടാവും, അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് അടുക്കളയിൽ ഇരുന്ന് കഴിക്കും. ദിസ് ഈസ് ദ ഇന്ത്യ വി ലിവ് ഇൻ. ഈ ഇന്ത്യയെ മാറ്റാൻ, ഈ ഫ്ലെക്സിബിലിറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു രക്ഷിതാവിന് സാധിച്ചു. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ കിട്ടേണ്ട പരിചരണവും എനിക്ക് ജീവിതത്തിൽ കിട്ടേണ്ട സന്തോഷവും എനിക്ക് ജീവിതത്തിൽ കിട്ടേണ്ട അവസരവും കിട്ടി. കാരണം എന്താ, വർക്ക് ലൈഫ് ബാലൻസ് ആയി, പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതൊരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ആരോടും ആയിക്കോട്ടെ, എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാ. കാരണം പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു, എന്നോട് ചെലവഴിക്കാൻ വേണ്ടി സമയമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അമ്മയും. ഇനി ഫ്ലെക്സിബിലിറ്റി മാത്രമാണോ? അല്ല, ഫിനാൻഷ്യൽ കോൺഫിഡൻസ് കിട്ടും. ഫിനാൻഷ്യൽ കോൺഫിഡൻസ് വെച്ചാൽ നമ്മളൊരു ജോലിയിൽ 8 മണി തൊട്ട് രാത്രി 10 മണി വരെ പണിയെടുത്തിട്ട് ഒരു 15,000 20,000 ഒതുങ്ങാതെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനൊപ്പം ആവശ്യങ്ങൾക്കനുസരിച്ച് വരുമാനത്തെ കൂട്ടാൻ പറ്റുന്ന രീതിയിലൊരു സിസ്റ്റം അദ്ദേഹത്തിന് 2006-ൽ കിട്ടി. ആ സിസ്റ്റമാണ് RCM. ആ സിസ്റ്റം എന്ത് കൊടുത്തു? ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് കൊടുത്തു. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കടക്കണിയിലാണ്, നമുക്ക് കടമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച രീതിയിലെ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുമോ? ആരുടെയെങ്കിലും ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ പറ്റുമോ? അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്ലസന്റ് ആയിട്ട് ഒരു സ്മൈല് പാസ് ചെയ്യാൻ പറ്റുമോ? കുട്ടികളെ മമതയോട് കൂടിയിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല, മുഖത്ത് ടെൻഷൻ ആയിരിക്കും, ആകെ മുഖം ഇരുണ്ട് കറുത്തിരിക്കുന്ന ഒരു സമയത്ത് ആ ടൈമിലാണ് RCMനെ പരിചയപ്പെടുന്നത്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വലിയ ഉന്നതിയിലേക്ക് എത്താത്ത സമയത്ത് RCMനെ പരിചയപ്പെട്ടപ്പോൾ അതിലൊരു വിഷൻ അദ്ദേഹത്തിന് മനസ്സിലായി. ആ വിഷൻ അദ്ദേഹം ഏറ്റുപിടിച്ചപ്പോൾ ഇന്നുണ്ടായി അദ്ദേഹത്തിലൂടെ ആ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് എന്റെ ജീവിതത്തിലേക്കും കടന്നു. കാരണം എന്താ, RCM എന്ന് പറയുന്നത് തലമുറകളോളമുള്ള ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അദ്ദേഹം തുടങ്ങി വെച്ചതിനെ അദ്ദേഹത്തിന് എനിക്ക് പാസ് ഓൺ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്ന് എന്റെ ലൈഫിൽ ഫിനാൻഷ്യൽ പ്രഷർ ഇല്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന ഈ 2 അറ്റം എങ്ങനെ കൂട്ടിമുട്ടിക്കുന്ന ആലോചിക്കുന്ന ടെൻഷൻ ഇല്ല. ഇന്ന് വൈഫ് ഒരു കാര്യം പറഞ്ഞാൽ, കുട്ടിക്ക് ഒരു കാര്യം വേണമെങ്കിൽ, മാതാപിതാക്കൾക്ക് ഒരു കാര്യം വേണമെങ്കിൽ രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, നമുക്കത് കൊടുക്കാൻ പറ്റും. നോട്ട് സെക്കൻഡ് തോട്ട് വരുത്തേണ്ട ആവശ്യമില്ല. അലോ ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് എത്ര തുക വേണമെങ്കിലും ചെലവഴിക്കാൻ അവർക്ക് സാധിക്കും. ബിക്കോസ് അതാണ് ഫിനാൻഷ്യൽ കോൺഫിഡൻസ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും, അവർക്ക് ഇന്നതാവണം എന്നതാണോ. അവരെ പഠിക്കാൻ വിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ, ദുട്ട്, മണി, ഇതൊക്കെ വേണം. ഇതുണ്ടായാൽ മാത്രമേ അവരുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റാൻ സാധിക്കൂ. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സുഹൃത്തുക്കളെ RCM. കാരണം കഴിഞ്ഞ ജൂലൈയില് എന്റെ വൈഫ് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടി ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്ന് പറഞ്ഞു. 14-15 ലക്ഷമാണ് ഇതിന്റെ വില. ഞാൻ ഇത് ഒരു പൊങ്ങച്ചമായിട്ടോ അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കി പറച്ചിലായിട്ടോ ഞാൻ പറയല്ല, ഞാൻ ജസ്റ്റ് ഫാക്ട്സ് പറയാണ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കാൻ സാധിച്ചു. അവർ പറഞ്ഞു ഇൻസ്റ്റാൾമെന്റിൽ എടുക്കാം, അവർ പറഞ്ഞു ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആരാണ് ലോൺ എടുക്കാതെ കാർ എടുക്കുന്നത് എന്നുള്ളത്. കാർ ലോൺ ഉണ്ട് സാറേ, കാർ ലോൺ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അംബാനിയോട് ഇത് ചോദിച്ചു. അംബാനിയോട് ഈ ചോദ്യം ഇല്ല, അംബാനിയുടെ കാശുണ്ട്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ട്. പിന്നെ താൻ എന്തിനാ എന്നോട് ചെയ്യുന്നത്? ഞാൻ RCM ചെയ്യുന്ന ആളാണ്. വൈ ആർ യു ആസ്കിങ് മീ? ഐ ഹാവ് ദ മീൻസ്. Because my father worked in RCM. Because രാജൻ സാറ്, പ്രിയ മാഡം ആ ചോയ്സ് എടുത്തത് കൊണ്ട് എനിക്ക് ഈ ചോയ്സിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. എന്റെ കല്യാണം അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യമാണ് മാരേജ്. ആ മാരേജ് എനിക്ക് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റും ഏറ്റവും ഗ്രാൻഡ് ആയിട്ട്, ഏറ്റവും സന്തോഷിച്ച്, ഏറ്റവും എൻജോയ് ചെയ്ത് നടത്തിയൊരു പരിപാടിയായിരുന്നു എന്റെ പാരന്റ്സ്. യൂഷ്വലി കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ വരും. ആ ടെൻഷൻ 2 സൈഡിലെ പാരന്റ്സിന് ഉണ്ടായിരുന്നില്ല.
ബിനു സാറിനും ഉണ്ടായിരുന്നില്ല, രാജൻ സാറിനും ഒന്നുമില്ല. കാരണം എന്താ, അവർക്കറിയാം ഇവരുടെ മക്കളുടെ കല്യാണത്തിന് ആര് കൊടുക്കും? ECG കൊടുക്കും, എത്ര വേണമെങ്കിലും കൊടുക്കും. ആൻഡ് ഒക്ടോബർ 30 2024 അന്ന് ഈ ഒരു വണ്ടി വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ബിക്കോസ് ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെ? ഇപ്പൊ ഫാമിലി വലുതായി. ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ ഒറ്റയ്ക്കല്ല, അമ്മ ഒറ്റയ്ക്കല്ല, സെപ്പറേറ്റ് ആയിട്ടല്ല പോകുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. ബിനു സാറുണ്ട്, രാജൻ സാറുണ്ട്, എന്റെ വൈഫുണ്ട്, കുട്ടിയുണ്ട്. ഇതെല്ലാവരും കൂടി സ്ഥലത്തേക്ക് പോകുമ്പോൾ വലിയ വണ്ടി വേണമല്ലോ സ്വാഭാവികമായിട്ട്, അല്ലെ? എപ്പോഴും വണ്ടി വിളിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ എന്തായി, ഒരു ഹൈ ക്രോസും കൂടി വീട്ടിലേക്ക് വന്നു. ദിസ് ഈസ് ബിക്കോസ് ഫിനാൻഷ്യൽ ഫ്രീഡം ലൈഫിലേക്ക് വന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങളൊരു ഉദാഹരണമായിട്ട് എടുക്കുക. കാരണം ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. നമ്മളൊരു ജോലി ചെയ്യാണ്, ഞാൻ എഴുതി തരാം, ഞാൻ ഏത് ജോലിയിൽ വർക്ക് ചെയ്യാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ബിക്കോസ് എല്ലാ മാസവും കമ്മീഷൻ വരും. ഒരു പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടംബറാനെ സംബന്ധിച്ച് 1,75,000 രൂപയാണ്. വിച്ച് മീൻസ് വീക്കിലി നമ്മൾ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 ആഴ്ചത്തെ വരുമാനം നോക്കിയാൽ ഓരോ ആഴ്ചയും ഒരു 45,000-50,000 രൂപ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് IT വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന് 3 കൊല്ലം അവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു മാസം 50,000 കിട്ടുമ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ ആവറേജ് ഒരു 45,000 എല്ലാ വീക്കും കിട്ടുന്നുണ്ട്. അതെല്ലാം കൂടി ക്യുമുലേറ്റീവ് ആയിട്ടാണ് 1,70,000 വരുന്നത്. പിന്നെ എന്താ ബുദ്ധിമുട്ട്? പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ തേടി പിടിക്കാനും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനും നമ്മൾ എന്താണ് പിന്നോട്ട് വലിക്കുന്നത്? സോ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് വരും. ഇനി അടുത്തതാണ് എന്താ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. രാജൻ സാർ എന്നൊരു വ്യക്തി, എന്റെ അച്ഛൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നേക്കാളും മുന്നേ ഒരു അന്തർമുഖനായിരുന്നു, ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആരോടും സംസാരിക്കുന്നില്ല, മിണ്ടാതിരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ട് തോന്നും. കാരണം ഇന്ന് എത്രയോ വേദികളിൽ ആൾക്കാരെ ത്രസിപ്പിക്കുന്നതും വിറപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എങ്ങനെ ഇത്ര പറയാൻ പറ്റി? That is because of personality development. It encourages personal growth through sales skill, communication and networking, which can be valuable for parents looking to enhance their skill set. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾ കണ്ടുപിടിക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടികൾ കണ്ടുപിടിക്കുക. നമ്മൾ എല്ലാത്തുനിന്നും ഒരു പിന്തിരിപ്പൻ മെന്റാലിറ്റിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കുട്ടികളും ആമ വലിയുന്നോളം വലിയുള്ളിലേക്ക്. പക്ഷേ നമ്മൾ ഏതൊരു കാര്യം ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കൂറ്റം, നമ്മളുള്ളിൽ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു മികച്ച മനുഷ്യനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും അതേ പാത തന്നെ പിന്തുടരും. കാരണം NIFൽ അധ്യാപകനാവുമ്പോൾ അധ്യാപനം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് സോഷ്യലായി മാറി. പക്ഷേ RCMൽ വന്നപ്പോൾ അന്ന് 30 പേർക്ക് മാത്രം എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങൾക്ക് ക്ലാസ് എടുത്ത ഒരാള് ഇന്ന് ഓൾ ഇന്ത്യ തലത്തില് 1000-2000 പേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് 100% ആയിട്ട് നടത്തുന്ന വേറൊരു പ്രസ്ഥാനമില്ല RCM അല്ലാതെ. കാരണം എന്താ? അത് സീറോ ഇൻവെസ്റ്റ്മെന്റ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഇതിൽ സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നത്. അത് മാത്രമാണോ? കമ്മ്യൂണിറ്റി സപ്പോർട്ട് വരും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനൊരു ജോലി സ്ഥലത്ത് ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വർക്ക്, ഞാൻ പുതിയൊരു വീട് പണിയാണ്, ആ വീട്ടില് സിമെന്റിന്റെ കാര്യം ആയിക്കോട്ടെ, പെയിന്റിന്റെ കാര്യം ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ആയിക്കോട്ടെ, ഇതൊക്കെ അറിയണമെങ്കിൽ എന്റെ IT വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ RCMൽ വരുമ്പോൾ ഗുണം എന്താണെന്നറിയോ? എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്ലംബേഴ്സ് ഉണ്ട്, കാർപ്പന്റർ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, എന്താ പറയാ, ഈ ഇലക്ട്രിക്കൽ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ വീടിന്റെ പെയിന്റ് അടി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, കോൺട്രാക്ട് ബിസിനസ്സിലുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, ടൂറിസം വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, എയർഫോഴ്സുകാരുണ്ട്, മിലിറ്ററിക്കാരുണ്ട്. അങ്ങനെ എന്തോരം കാറ്റഗറിയാ. എത്ര ആൾക്കാരോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം, ഹെൽപ്പ് ചോദിക്കാം, കാര്യങ്ങൾ അറിയാൻ പറ്റും. സോളാർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, KCBയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടർ ഉണ്ട്. എന്റെ വൈഫ് ഡോക്ടറാണ്, ഞാൻ MBA കാരനാണ്. നിങ്ങൾ ആലോചിച്ചോ, വിജയ് സാർ എന്താ പറയുക, GST അക്കൗണ്ടന്റ് ആണ്. അങ്ങനെ ഒരുപാട് പേര് പല മേഖലകളിൽ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, അല്ലെ? ഇത് മാത്രല്ല, ഈ പല മേഖലകൾ, പല ജാതി, പല മതം, പല ക്വാളിഫിക്കേഷൻ വന്ന ആൾക്കാർ ഒരു കൊടക്കീഴിൽ വന്ന് ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്, അല്ലെ? 2011 ഓൾ ഇന്ത്യ തലത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും മണി ചെയിൻ ബിസിനസ്സുകളും എല്ലാം നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. കാരണം ഈ മണി ചെയിൻ കമ്പനികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 8 മാസത്തെ പോരാട്ടം കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിൽ RCMും ബാക്കി 463 കമ്പനികളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നത് ലീഗലി പുറത്തേക്ക് വരുന്നത്. ആ 8 മാസവും നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിച്ചു. കാരണം ഇത്രയും ആൾക്കാർ ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും ആൾക്കാർ ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ 8 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന് അടിയറവ് പറയേണ്ടി വന്നു. RCM പൂർണ്ണ ശക്തിയോടുകൂടി തിരിച്ചു വന്നെന്ന് മാത്രമല്ല, 8 മാസം മുടങ്ങിക്കിടന്ന എല്ലാ തുകയും അതാത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്തതിന് ശേഷമാണ് RCM ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ എന്തുകൊണ്ട്? ബിക്കോസ് കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട്, അല്ലെ? ഒറ്റക്കെട്ടായിട്ട് ഇന്ന് കേരളത്തിലുള്ള 14 ജില്ലകളിലെ ലീഡേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം.
കാണാൻ സാധിക്കും. രാജൻ സാറുണ്ട്, നമ്മുടെ എമറാൾഡ് സുഭാഷ് സാറുണ്ട്, റഷീദ് മഞ്ചേരി സാറുണ്ട്, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഹേമന്ത് സാറുണ്ട്, മൂർത്തി സാറിനെ കാണാൻ നിങ്ങൾക്ക് അല്ലെ. RCM കൺസ്യൂമേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്താ ചെയ്തിരിക്കുന്നത്? വെൽഫെയർ. അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടിയിട്ട്, അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വെൽഫെയർ അസോസിയേഷൻ എന്താ ചെയ്തിരിക്കുന്നത്? കേരള യൂണിറ്റ് എന്നാ അല്ലെ. തൃശ്ശൂർ യൂണിറ്റ്, കോഴിക്കോട് യൂണിറ്റ്, മലപ്പുറം യൂണിറ്റ് എന്നൊന്നല്ല, കേരള യൂണിറ്റ്. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ഇനി എവിടെ ഉണ്ടാക്കാൻ സാധിക്കും? നിങ്ങൾ ആലോചിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് കൾച്ചറിലോ നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലിയിലോ എത്ര സ്ഥലത്ത് നമുക്കിത് കാണാൻ സാധിക്കും? അന്നന്ന് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അടിയായിരിക്കും അല്ലെ. ചായക്ക് നീ കൊടുക്ക് ഞാൻ കൊടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അടി ഉണ്ടാവുന്ന സ്ഥലത്ത് ഇന്ന് നമ്മൾ അവിടെ മേടിച്ചു കൊടുക്കും, ഇങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന ലെവലിലേക്ക് മാറുന്ന കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട് ഇന്ന് ഈ ബിസിനസ്സിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ കമ്മ്യൂണിറ്റി സപ്പോർട്ടിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാജഗിരിയിൽ അല്ലെ. രാജഗിരിയിൽ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ് അല്ലെ. പല സ്ഥലത്തു നിന്ന്, പല ഭാഷയിലുള്ള ആൾക്കാർ, പല ജാതി, പല മതം അല്ലെ, എല്ലാം കൂടി ഒരു കുടക്കീഴിൽ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനും നല്ലൊരു എക്സാമ്പിള് അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാണ്ട് ആസ് എ രക്ഷിതാവ്. ഇതിനും നല്ലൊരു സാമൂഹിക ഒരു മെസ്സേജ് അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്റർപ്രണർ സ്പിരിറ്റ്. എന്റെ അമ്മ ഒരു സാധാരണക്കാരിയായിരുന്നു, പക്ഷെ ജീവിതത്തിൽ രണ്ടറ്റം കൂടി കൂട്ടിമുട്ടണം എന്ന് ആലോചിച്ചപ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് കുറച്ച് നാൾ ജോലി നോക്കി. പക്ഷെ അതും വിചാരിച്ച രീതിയിൽ നമുക്ക് ഒരു ലെവലിലേക്ക് ഉയരാൻ സാധിച്ചില്ല. പക്ഷെ പിന്മാറാൻ ആള് റെഡിയായിരുന്നില്ല, കാരണം അവസരം ആർക്കും തരാൻ റെഡിയായിരുന്നു. അങ്ങനെ അങ്കമാലിയിൽ എന്തുണ്ടായി? അങ്കമാലിയിൽ 2007 മാഡവും അതുപോലെ തന്നെ അന്നത്തെ മുതിർന്ന ലീഡേഴ്സും കൂടിയിട്ട് ഒരു ഷോപ്പ് ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ 8 മാസത്തോളം അങ്കമാലിയിലേക്ക് രാവിലെ 8 മണിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം എന്റെ അമ്മ എവിടേക്ക് പോകുന്നു? അങ്കമാലിയിൽ ഷോപ്പിലേക്ക്. അവിടെ RCM ആദ്യമായിട്ട് തുടങ്ങി അല്ലെ. അന്ന് സുജിസാറിന്റെ ഷോപ്പ് മാത്രമേ കോഴിക്കോട് ഉണ്ടാകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്കമാലിയിൽ ഒരു ഷോപ്പ് തുടങ്ങി. അവിടെ അതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ രാവിലെ ഇവിടുന്ന് ട്രെയിൻ കയറും, വൈകിട്ട് 8 മണിക്ക് തിരിച്ചു വരും. ഈ ഒരു 8 മാസത്തിനിടയിൽ ഒരു 6 മാസമൊക്കെ ഇരുന്നിട്ടായിരിക്കും ഒരു പെട്ടി ഓയിൽ വിറ്റുപോയത്. ഒരു പെട്ടി ഓയിൽ, നിങ്ങൾ 6 മാസം. ഇന്ന് ഒരു ദിവസം തന്നെ ഒരു പെട്ടി വിറ്റ് പോകുന്നുണ്ട്. ഒരു പെട്ടിയല്ല, 10-20 പെട്ടി വിറ്റ് പോകുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടം ആലോചിച്ച് നോക്കണം. ആ ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റ് അമ്മയിലേക്ക് കൊണ്ടുവരാൻ ഈ ബിസിനസ്സിന് സാധിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? സ്വന്തമായിട്ട് ആ ഒരു 8 മാസത്തെ എക്സ്പീരിയൻസ് വടക്കാഞ്ചേരി എന്നൊരു സ്ഥലത്ത് സ്വരാജ് RCM ഷോപ്പ് കഴിഞ്ഞ 16 കൊല്ലമായിട്ട്, ഈ കൊല്ലം 16 കൊല്ലം തികയും. RCM ചരിത്രത്തിൽ തന്നെ 16 കൊല്ലം ഈ ഒരു ഷോപ്പിന് തികയും. അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു PUC കഴിഞ്ഞ 16 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ലേഡി ലീഡർ, സ്റ്റാർ എമറാൾഡ്, പ്രൊഫഷണൽ ട്രെയിനർ ആൻഡ് എ ഷോപ്പ് ഓണർ ആയിട്ട് ആർക്ക് മാറാൻ സാധിച്ചു? സാധാരണക്കാരിയായിട്ട് മുണത്താവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് വന്ന പ്രിയ മാഡത്തിന് സാധിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാരോടാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് സാധിച്ചുകൂടാ? എന്തുകൊണ്ട് സാധിച്ചുകൂടാ? മേരി ബേട്ടി മേരി അഭിമാൻ എന്ന് പറയുന്ന അതേ സ്ഥലത്ത് ഞാൻ പറയും മേരി മാ മേര അഭിമാൻ. ബിക്കോസ് ഇത് എന്തുകൊണ്ട് പറയുന്നു? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് RCM. ടൈം വിത്ത് ഫാമിലി. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷം അവരുടെ കൂടെ സ്പെൻഡ് ആയിരിക്കും. നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവരുടെ കൂടെ സമയം കണ്ടെത്തി യാത്രകൾ ചെയ്യാൻ സാധിക്കും അല്ലെ. എത്ര സുന്ദരമായ ദൃശ്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തിനാ ജീവിക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ, പറ്റുന്നില്ലെങ്കിൽ, വൈ ആർ വി ലിവിങ്? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ലിവിങ്? എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ അല്ലെ? ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? ഒരു ബോസിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? കുറച്ച് വരുമാനത്തിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? അല്ല. ക്വാളിറ്റി ടൈം നമുക്ക് കിട്ടാൻ വേണ്ടി ആരുടെ കൂടെ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ കിട്ടാൻ വേണ്ടി. അത് നിങ്ങൾക്ക് RCM പുഷ്പം പോലെ തരും, ഇഷ്ടം പോലെ തരും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്റെ അച്ഛനിൽ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് RCM. ആ ഡെവലപ്മെന്റ് കണ്ടു പഠിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം എന്റെ ഏറ്റവും മികച്ച റോൾ മോഡലായി മാറി. അദ്ദേഹത്തെ പോലെ ഞാനും എന്തായിട്ട് മാറി? ഒരു ചെറിയ ട്രെയിനറായിട്ട് എനിക്ക് പിച്ച വെച്ച് തുടങ്ങാൻ അദ്ദേഹം ഒരു ഭൂമി റെഡിയാക്കി തന്നു. By building a business, parents set a positive example for the children about hard work, entrepreneurship, self-reliance. RCM എന്നൊരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്തപ്പോൾ എന്റെ ഉള്ളിലേക്ക് അദ്ദേഹം പോലും അറിയാതെ തന്ന കുറച്ച് മൂല്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്താണ്, ഏതൊരു കാര്യവും ഇച്ഛാശക്തിയോടുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സഫലീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. എന്റർപ്രണർഷിപ്പ് ഒരു ജോലിക്ക് പോകുന്നേക്കാൾ ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ ആണെന്നും കൂടി അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഒപ്പം തന്നെ സ്വയം പര്യാപ്തരാവുക, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൂല്യം അദ്ദേഹം എനിക്ക് ഈ ഒരു സെഷനിലൂടെ, ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു അല്ലെ. അപ്പൊ ശരിയായ റോൾ മോഡലിംഗ് നടന്നു. അദ്ദേഹം ചെയ്ത അതേ വഴികളിലൂടെ ഞാനും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അതേ ലെവലിൽ തന്നെ എനിക്ക് എത്താൻ സാധിച്ചു. ബിക്കോസ് ശരിയായ റോൾ മോഡലിംഗ് നടന്നു. ആൻഡ് ഫൈനലി ലെഗസി. ഞാനെന്നൊരു വ്യക്തി ഇന്നില്ലെങ്കിൽ, ഞാനൊരു വ്യക്തി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അടുത്തത് എന്ത്?
എന്റെ കുടുംബത്തിനോ എന്റെ വീട്ടുകാർക്കോ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ് RCM. ലെഗസി ഈസ് നോട്ട് വാട്ട്സ് ലെഫ്റ്റ് ടുമോറോ വെൻ യു ആർ ഗോൺ. നാളെ ഞാനെന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ എന്ത് ബാക്കി ഉണ്ടാവും എന്നുള്ളതല്ല ലെഗസി. ഇറ്റ്സ് വാട്ട് യു ഗീവ്, ക്രിയേറ്റ്, ഇമ്പാക്ട് ആൻഡ് കോൺട്രിബ്യൂട്ട് ടുഡേ വൈൽ യു ആർ ഹിയർ, ദാറ്റ് ദെൻ ഹാപ്പൻസ് ടു ലിവ് ഓൺ. അതായത് നിങ്ങൾ ഇപ്പോ ഈ നിമിഷം എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, എന്ത് ഇമ്പാക്ട് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇപ്പോഴത്തെ നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് നാളെ അത് വർഷങ്ങളായിട്ടും കൊല്ലങ്ങളായിട്ടും തലമുറകളായിട്ടും കൈമാറപ്പെടുന്നത്. അല്ലാതെ നാളെ ഞാൻ എന്നൊരു വ്യക്തി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് മിച്ചം വരുന്നു എന്നുള്ളതല്ല. ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അത് തലമുറകളോളം പോയി എത്തേണ്ടോടത്ത് എത്തി സമ്പന്നതയോട് വലിയൊരു സ്രോതസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് ലെഗസി എന്ന് പറയുക. ആ ലെഗസി RCMലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നാളെ ഞാനെന്നൊരു വ്യക്തി ഇല്ലെങ്കിലും എന്റെ ഫാമിലി സുന്ദരമായിട്ട് ജീവിക്കും. അവര് പോയി കഴിഞ്ഞാലും അടുത്ത തലമുറ ജീവിക്കും. അല്ലെ, ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ഫസ്റ്റ് ജനറേഷനാണ്. നമ്മൾ പറഞ്ഞില്ലേ, കമ്പനിയുടെ കാര്യം പറഞ്ഞില്ലേ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എത്തി. ഇത് എന്റെ ഫാമിലിയിലുള്ള ഫസ്റ്റ് ജനറേഷൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അടുത്തൊരു ജനറേഷൻ സംസാരിക്കും, അത് കഴിഞ്ഞൊരു ജനറേഷൻ സംസാരിക്കും. ബിക്കോസ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ ആർക്ക് പറ്റി? എന്റെ രക്ഷിതാക്കൾക്ക് പറ്റി. അവരൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ ഏറ്റവും മധുരമായിട്ടുള്ള ഫലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങളും സംവിധാനങ്ങളും എല്ലാം. അവര് വഴിയൊരുക്കി തന്നു. ആ വഴിയിലൂടെ നടക്കാന്നൊരു ഉത്തരവാദിത്തം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്തുണ്ടായി? ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അതേ ലെവലിലേക്ക് എത്താൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നും അദ്ദേഹത്തിന് താങ്ങും തണലുമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷകരമായിട്ട് ആനന്ദകരമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഇന്ന് RCM ബിസിനസ് ഉണ്ടാക്കി തന്നു. പക്ഷെ ഈ ഒരു പ്രയാണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മിഷനിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ പോലെ തന്നെ രക്ഷിതാക്കൾ ശരിയായ സമയത്തെടുത്ത തീരുമാനം പിന്തുടർന്ന് അവരുടെ പാത പിന്തുടർന്ന് വന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ കണ്ണൂരിന്റെ പവർഫുൾ യങ് ലീഡർ റിഷാൽ സാറ്, അദ്ദേഹത്തിനും ഒരു പെൺകുട്ടിയാണ്. അല്ലെ, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് അദ്ദേഹം ഇപ്പൊ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. പിന്നത്തേക്കല്ല, ഇപ്പൊ ചെയ്തു വെച്ച് പടുത്തുയർത്തി കഴിഞ്ഞു. അടുത്തത് ആരാണ്? നമ്മുടെ സുമ മാഡം. അല്ലെ, RCM ബിസിനസിനെ യാദൃശികമായിട്ട് ഒരു മീറ്റിംഗിലൂടെ കണ്ടെത്തുകയും ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ആ സാധ്യതയിൽ ഉറച്ചു നിന്നപ്പോൾ CNC പ്രോഗ്രാമറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സുരാഗ് സാറ്, ടെക്നിക്കൽ മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന സുരാഗ് സാറ് ഇന്ന് മാഡത്തിന്റെ കൂടെ വന്ന് പ്രവർത്തിച്ചു. ഇന്ന് അദ്ദേഹം ഒരു ടെക്നിക്കൽ അച്ചീവർ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ മാതൃകയായിട്ട് ഞാൻ പറയുന്ന കാര്യം, ഒരു കുടുംബത്തിലെ സകല ആൾക്കാരെയും ആര് അച്ചീവറാക്കി? നമ്മുടെ സ്റ്റാർ എമറാൾഡ് MK ബാബു സാർ അച്ചീവറാക്കി മാറ്റി. അല്ലെ, ആദ്യം അദ്ദേഹത്തിന്റെ മകളെ കൊണ്ടുവന്ന് ഒരു സ്റ്റാർ പേൾ ആക്കിയിട്ട് മാറ്റി. അത് കഴിഞ്ഞ് മരുമകനെ കൊണ്ടുവന്ന് ഇന്ന് തുളസി പെയിന്റ്സിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കിയിട്ട് മാറ്റി. അത് കഴിഞ്ഞ് രഞ്ജിത്ത് സാറിനെ ISROയിൽ നിന്ന് കൊണ്ടുവന്നു. ഇന്ന് അദ്ദേഹം സ്റ്റാർ ഗോൾഡ് റോയൽറ്റി ലെവലിലേക്ക് എത്തി. ഒരു കുടുംബത്തിലെ സകല ആൾക്കാരെയും ശരിയായ മാർഗനിർദ്ദേശത്തോട് കൂടിയിട്ട് ശരിയായ പ്രൊഫഷൻ തെരഞ്ഞെടുത്തപ്പോൾ കൺവേർട്ട് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ഇന്ന് ആ കുടുംബത്തിന്റെ ആസ്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെ, എത്ര ഇൻകം ജനറേഷൻ നടക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചാ പോകുന്നത്. ഇപ്പൊ ബിൽവാരക്കുള്ള യാത്രയിൽ അവർ കാറിലാണ് പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതല്ലേ സന്തോഷം? ഇതല്ലേ ഹാപ്പിനെസ്? അമ്മയിലൂടെ ഈ ബിസിനസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുന്നാട് എന്ന സ്ഥലത്ത് നിന്ന് ആകാശ് പുന്നാട്, അല്ലെ, അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു. കഴിഞ്ഞ യൂത്ത് ജനറേഷൻ പ്രോഗ്രാം ഡൽഹിയിൽ നടന്നപ്പോൾ അവിടെ ആ സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് റെക്കഗ്നേഷൻ കിട്ടി. എത്ര പേര് മുമ്പിൽ നിൽക്കുന്ന? 5000 പേര് മുമ്പിൽ നിൽക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് റെക്കഗ്നേഷൻ കിട്ടി. ബിക്കോസ് രക്ഷിതാക്കൾ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുത്തു. ഏറ്റവും വലിയ മാതൃകയായിട്ട് ഞാൻ എല്ലാ ക്ലാസ്സുകളും എടുത്തു പറയുന്ന കാര്യമാണ് ആലപ്പുഴക്കാരനായിട്ടുള്ള അക്ഷയ് കുമാർ സാറിന്റെ ഒരു ജേണി. അദ്ദേഹത്തിന്റെ അച്ഛൻ പോയ കഷ്ടപ്പാടുകൾ ഒരിക്കലും മകന് വരാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി RCMനെ ഏറ്റെടുത്തപ്പോൾ ആ മകൻ അച്ഛൻ ഒരിക്കലും ഇതുപോലെ ഒരു കഷ്ടപ്പാട് ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനം എടുത്തു. ആ 2 തീരുമാനങ്ങളും ഒരേ കൊടക്കീയിൽ എന്ന RCM എന്നുള്ള പ്രസ്ഥാനത്തിന് താഴെ ആയതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ 2 പേരും സ്റ്റാർ പേൾ അച്ചീവേഴ്സ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 24-ാമത്തെ വയസ്സിൽ അക്ഷയ് ഈസ് വെൽ സെറ്റിൽഡ്. ഇപ്പോ അടുത്ത ഘട്ടമായിട്ടുള്ള കല്യാണത്തിലേക്ക് കടക്കുകയാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ചു. സ്വന്തം കാലിൽ നിൽക്കാൻ കുട്ടികളെ പഠിപ്പിച്ച രക്ഷിതാക്കളുടെ കഥയാണ് ഞാൻ പറഞ്ഞ. ചെറുപ്പക്കാരുടെ കഥയല്ല ആയിട്ട് നിങ്ങൾ എടുക്കണ്ടേ, രക്ഷിതാക്കളുടെ കഥ. ഇനി ജയപ്രകാശ് സാറ്, അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബിസിനസിന്റെ തുടക്കകാലത്തിൽ ഈ ബിസിനസിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ജയപ്രകാശ് സാറ്. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച രഞ്ജിത്ത് സാറിന് മരുമകന് വരെ ഇന്ന് അടുത്ത തലമുറ എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിന് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധിച്ചു. അല്ലെ, ഒരു രക്ഷിതാവായിട്ട് ചെയ്യുന്നതും വേറെ, എന്നാൽ ഒരു ഇൻലോ ആയിട്ട് ചെയ്യുന്നതും വേറെ. അതും ഇവിടെ എന്ത് സംഭവിച്ചു? ഞാൻ വിട്ടുപോയ ഒരുപാട് കേസുകളുണ്ട്. റജീന കുഞ്ഞു മുഹമ്മദ് മാഡത്തിൽ നിന്ന് RCMനെ ഏറ്റെടുത്ത റമീസ് സാറിന്റെ കഥ, ഗീതാദേവി മാഡത്തിന്റെ കയ്യിൽ നിന്ന് അത് ഏറ്റെടുത്ത നമ്മുടെ വിജയ് സാറിന്റെ കഥ, സുരേന്ദ്രൻ സാറ്, നമ്മുടെ എമറാൾഡ് സുരേന്ദ്രൻ സാറിന്റെ മകൻ ആഷിഖ് സാറ്, ഇപ്പൊ അമ്പിളി സുധിലാൽ മാഡത്തിന്റെ മോൻ ഇപ്പൊ 18 വയസ്സായപ്പോൾ എനിക്കൊരു പോസ്റ്റ് അയച്ചെന്നിരുന്നു. അതായത് RCMൽ ഇന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അമ്പിളി മാഡം എനിക്കൊരു പോസ്റ്റ്, യദു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
അപ്പൊ പറഞ്ഞ കാര്യം, ആസ് എ മദർ, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാനില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് യങ്സ്റ്റേഴ്സിന്റെ കഥയല്ല. ഇത് യങ്സ്റ്റേഴ്സിന്റെ കഥയല്ല. ശരിയായ സമയത്ത് രക്ഷിതാക്കൾ എടുത്ത ഒരു തീരുമാനത്തിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ തീരുമാനം നിങ്ങൾ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഈ തീരുമാനത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ലെഗസിയാണ് നിങ്ങൾ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണക്കാരായ 89% ആൾക്കാരും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ലെഗസി ഉണ്ട്. അച്ഛന്റെ കടം ഇനി നീ വേണം വീട്ടാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ എന്റെ ബാധ്യതകളുടെ താക്കോലാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുത്ത് ഈ ഭൂമി വിട്ട് പോവാം. അങ്ങനെ കൊടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടില്ല, മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിലും ഈ രണ്ട് ലെഗസിയും നമുക്ക് വേണ്ടെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. അതാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. ഒന്നാണ് മണി, രണ്ടാണ് നമ്മൾ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം വേണം, നാലാമതാണ് നമുക്ക് സന്തോഷം വേണം, അഞ്ചാമതാണ് നമുക്ക് എന്ത് വേണം, സമയ സ്വാതന്ത്ര്യം വേണം. ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലെഗസിയുടെ ഭാഗമായിട്ട് മാറാം. ആ ഒരു ലെഗസിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നേ വരെ ചിന്തിക്കാത്ത, ഇന്നേ വരെ ആഗ്രഹിക്കാത്ത ഒരു വലിയൊരു വിപ്ലവം നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അങ്ങനെ തന്റെ ജീവിതത്തിൽ ഒരു ലെഗസി വിട്ടുപോയ ഒരു മഹാനുണ്ട് RCM ബിസിനസ്സിൽ. OP ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. RCM ബിസിനസ്സിനെ ഇതിന്റെ തുടക്ക സമയത്ത് അറിയാനുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഒരു മാതൃകാപരമായ ഒരു ടീമിനെ സൃഷ്ടിച്ചു. ഗവൺമെന്റ് ജോലിക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും വരാതെ അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് RCM ബിസിനസ്സിനെ ഏറ്റെടുത്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മകൻ യാദൃശികമായിട്ട് പല വട്ടങ്ങളിലും മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും മകൻ ഇതിന്റെ സാധ്യത മനസ്സിലായില്ല. മകൻ വിദേശത്തേക്ക് പോയി. ആ വിദേശത്ത് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു, അച്ഛൻ മരിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വിദേശത്ത് നിന്ന് പ്ലെയിൻ കയറി ഇവിടെ എത്തിയപ്പോൾ അച്ഛന്റെ ആ ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിറച്ച ആൾക്കാര്. അവിടെ ആ ഏരിയയിൽ അടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ അദ്ദേഹം പാടുപെട്ടു. അദ്ദേഹം വിചാരിച്ചു സർക്കാർ ജീവനക്കാരായിരിക്കും. ഇത്രയും കൊല്ലത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഗവൺമെന്റിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഇത്രയും അധികം ആൾക്കാര്, ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചിന്തയിലൂടെ അദ്ദേഹം കടന്നു വന്നത്. പക്ഷേ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് പോവാൻ സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഈ ഗവൺമെന്റിലെ ആൾക്കാരിൽ നിന്ന് ലീവോ കാര്യങ്ങളോ ആയിരുന്നോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഇത് ആരും ഗവൺമെന്റിലെ ആൾക്കാരല്ല, RCMലെ ആൾക്കാരാണ്, കംപ്ലീറ്റ് RCMന്റെ ആൾക്കാരാണ്. കാരണം ആ വ്യക്തി കാരണം രക്ഷപ്പെട്ട ആൾക്കാരാണ്. OP ശർമ്മ എന്ന ഒരു മഹാ വ്യക്തി കാരണം രക്ഷപ്പെട്ട ആൾക്കാർ അവസാന നിമിഷം അദ്ദേഹത്തിനെ ഒന്ന് കാണാനും, ഒന്ന് തൊടാനും, ഒന്ന് പ്രാർത്ഥിക്കാനും, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് ഫോർ ഫ്രണ്ടിൽ വന്ന ആൾക്കാരാ. 2000, 3000 ഒന്നല്ല, അതിനും മുകളിൽ ആൾക്കാര് അന്ന് അവിടെ തടിച്ചുകൂടി എന്നാണ് പറഞ്ഞത്. കാരണം ഒരു വ്യക്തിയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തില് മാത്രമല്ല, പകരം ആ സമൂഹത്തിൽ കൊണ്ടുവന്ന മാറ്റത്തെയാണ് അന്ന് ആര് കണ്ടത്? അദ്ദേഹത്തിന്റെ മകൻ കണ്ടത്. ആ മകൻ തിരിച്ച് വിദേശത്തേക്ക് പോയില്ല, ഒരു തീരുമാനമെടുത്തു, അച്ഛന്റെ പാത പിന്തുടരാം. ഇത്രയും ആൾക്കാര് ലാസ്റ്റ് നേരത്ത് അച്ഛന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി. ആ മകന്റെ പേരാണ് രവി ശർമ്മ. അങ്ങനെ ആ ഐഡിയ എടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് ആദ്യത്തെ മാസം അക്കൗണ്ടിലേക്ക് വന്നത് 25 ലക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു അച്ഛനാണ് ഇത് കൊടുക്കാൻ സാധിക്കുക? ആർക്കാണ് ഒരു ജോലി ചെയ്തിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക? ഇത് ഒരു കൊല്ലത്തെ വരുമാനമല്ല ഞാൻ പറയുന്നേ, ഒരു മാസം വന്ന വരുമാനം, ആദ്യം വന്ന അക്കൗണ്ടിലേക്കുള്ള വരുമാനമാണ് 25 ലക്ഷം അച്ഛൻ പോയപ്പോൾ മകനിലേക്ക് എത്തിയത്. ദിസ് ഈസ് ദ ലെഗസി യു വാണ്ട് ടു ലിവ്. ഈ ലെഗസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ഈ ലെഗസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഈ ലെഗസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടേണ്ടത്. ഈ നല്ല പ്രായത്തിൽ ഓടിയില്ലെങ്കിൽ പിന്നെ പ്രായമാവുമ്പോൾ ഓടാൻ വേണ്ടി നമുക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല. കാരണം ഇന്ന് RCMന്റെ കൂടെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ഇന്ന് RCMലെ ഒരാളായിട്ട് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അടിമുടി RCM ആയിട്ട് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ലെഗസി ഉണ്ടാക്കി വിട്ടിട്ട്, ഈ പറഞ്ഞ ലെഗസി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട്, ഈ പറഞ്ഞ ലെഗസി ആസ്വദിക്കാൻ പറ്റിയിട്ട്, ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകുമ്പോഴും ഒരു ടെൻഷനും ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് പോവാൻ സാധിക്കും. ആ ലെഗസി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ മാസം 16-ാം തീയതി എവിടെ വരുന്നത്? രാജഗിരിയിൽ വരുന്നത്. ആരാ വരുന്നേ? ഇന്ത്യയിൽ RCM ബിസിനസിന്റെ ആദ്യത്തെ കോടിപതിയായിട്ടുള്ള മുകേഷ് കോത്താരിജിയുടെ മകളാണ് നമ്മളെ കാണാൻ വരുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, അറ്റൻഡ് ചെയ്യണ്ടേ? ഈ ലെഗസി കാണാനല്ല നമ്മൾ അവിടെ വരേണ്ടത്. അച്ഛൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് മകൾ ഇന്ന് വന്നൊരു പ്രോഗ്രാം തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായിരുന്ന ഒരു ജോലി
വേണ്ട എന്ന് വെച്ചിട്ട് ഇന്ന് RCMലേക്ക് വന്നത് വേറൊന്നും കൊണ്ടല്ല. അച്ഛനെടുത്ത തീരുമാനം എത്രത്തോളം ശരിയാണെന്നുള്ളത് കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായി, അഞ്ജലി കോത്താരിക്ക് മനസ്സിലായി. അതുകൊണ്ട് അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ അവസരം ഞാൻ പറയുന്നത് നിങ്ങൾ മിസ്സാക്കരുത്. നമ്മൾ രക്ഷിതാക്കളാണ് ആദ്യം വരുന്നത്, നമ്മളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഏറ്റവും വലിയ സെക്യൂരിറ്റി ആണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കി അടുത്ത തലമുറയ്ക്ക് പാസ് ചെയ്യുക. ഇത്രയും സമയം വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വളരെ എൻഗേജിങ് ആയിട്ടും വളരെ എനർജറ്റിക് ആയിട്ടും നല്ല താല്പര്യത്തോടു കൂടിയിട്ടും ഞാൻ പറഞ്ഞ കുറച്ചു നേരത്തെ ഈ കാര്യങ്ങൾ കേട്ടിരിക്കാൻ മനസ്സ് കാണിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും വലിയ വിജയങ്ങൾ നേടുന്നു. ഒപ്പം തന്നെ ഇന്ന് രാത്രി കിടക്കുന്നതിനേക്കാളും മുന്നേ ഒരു തീരുമാനം എടുക്കുക. എന്ത് ലെഗസിയാണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് എവിടെ എടുക്കേണ്ട തീരുമാനമാണെന്നറിയോ? ഇന്ന് രാത്രി അവർ കിടന്നുറങ്ങിയതിനു ശേഷം വാതിൽ തുറന്ന് അവിടെ ആ വരാന്തയിൽ നിന്നുകൊണ്ട് ആ കുട്ടികൾ എത്രത്തോളം സമാധാനമായിട്ടാണ് ഉറങ്ങുന്നത്, ഭാര്യ എത്രത്തോളം സമാധാനമായിട്ട് ഉറങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം കാണുക. എന്തുകൊണ്ടാണ് അവർ സമാധാനമായിട്ട് ഉറങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നാളെ നിങ്ങൾ എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉറങ്ങുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ, നാളെ നിങ്ങൾ എന്നൊരു വ്യക്തി ഇല്ലെങ്കിലും അവർ അതേ സമാധാനത്തോടെയും അതേ സന്തോഷത്തോടു കൂടിയിട്ടും അവർ ജീവിക്കണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് തിരിഞ്ഞ് RCMലേക്ക് നടന്ന് കയറുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു.